അവ ഇന്ന് വൈകാലം ഒരു കൂടി ദൈവത്തിന് വചനമായ നിലപ്പാതക്കണം സ്വർണ്ണമുടയാക്കുന്ന ദൈവത്തിന് കരുണയ്ക്കായത് നിങ്ങളുടെ സ്വരവിശ്വം അവനെല്ലാം അറിഞ്ഞിരിക്കുന്നത് പോലെ പ്രിയദാസന്റെ സമൂഹത്തിലേക്ക് അവൻ പോയിരിക്കുകയാണ്. ആ ശുശ്രൂഷകളും അവയോടെ നടന്നുകൊണ്ടിരിക്കുന്നതിനായി വിശ്വസിക്കുന്ന ദൈവത്തിന് വലിയ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനുള്ള ഏറ്റവും ദൈവം കർത്താവിന്റെ ദാസനെ ദൈവം കരണെടുത്ത് ഉപയോഗിക്കുമെന്നും പൂർണ്ണമായി നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുന്നു. ദൈവത്തിന് വലിയ സാന്നിധ്യം അവിടെ അനുഭവിച്ചറിയുവാനിടയാകട്ടെ. ഈ സമയം അവ അനുഗ്രഹപ്പെട്ടതായ ദൈവിക ആലോചന നമുക്ക് കേൾക്കുവാനിടയായി തീർന്നു. അവ അനുഗ്രഹപ്പെട്ടതായ ഒരു സങ്കീർത്തനം നമുക്ക് അവ ദൈവം നൽകുവാനിടയായി തീർന്നു. അതിനെ അവൻ ആരാധവാക്യങ്ങളുമായി യഹോവ വലിയവനും ഏറ്റവും സുസ്ഥിരമാകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യൻ. അവിടെ പറഞ്ഞിരിക്കുന്നത് യഹോവ വലിയവനും ഏറ്റവും സുസ്ഥിരമാകുന്നു, അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യനായ ഒരു കർത്താവാകുന്നു. അവൻ സകല ദേവന്മാരെക്കാളും ഭയപ്പെടുവാൻ യോഗ്യനാണ് എന്ന് അവിടെ പറയുവാനുടെ ആശ്രമമ്പോൾ അവിടെ ദൈവത്തിന് ആ ഒരു ശ്രേഷ്ഠത ആ വലിപ്പം എത്രത്തോളം വലുതാണെന്ന് തിരിച്ചറിയുവാൻ. എന്നാൽ അവൻ ദിനങ്ങളിൽ അവൻ കർത്താവിന്റെ സ്ഥലത്തിലായിരിക്കുവാനാകുമ്പോൾ അവൻ ദൈവത്തെ നമുക്ക് സ്നേഹിതനാണ്, അവൻ ദൈവം നമുക്ക് നല്ല അപ്പനാണ്, നല്ല അമ്മയാണ് എന്നപോലെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു നല്ല പിതാവാകുമ്പോൾ അവൻ ഭയപ്പെടുവാൻ യോഗ്യനാണെന്നും ദൈവത്തിന്റെ വചനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അവൻ അത് മനസ്സിലാക്കുവാൻ പോകാത്ത സിറ്റുവേഷനുകളുണ്ട്. പലപ്പോഴും ഈ ആ തെറ്റുകൾ ചെയ്താലും പാപങ്ങൾ ചെയ്താലും അകത്യങ്ങൾ ചെയ്താലും ഒന്നും അവൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്നതിന് കാരണം എന്താ? അവൻ ഭയപ്പെടുവാൻ യോഗ്യനായ ഒരു കർത്താവാണെന്ന് തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാത്തത് കൊണ്ടാണ് എപ്പോഴും അവരൊരു മണ്ഡലത്തിലേക്ക് കടന്നു പോകാനായത്. പകൽക്കാലം അവൻ ദൈവത്തിന് വചനം പറയുന്നു, ഭയപ്പെടുവാൻ യോഗ്യനായ ഒരു കർത്താവുണ്ട്. അവൻ ഭയം അവൻ എന്തിലേക്കുള്ള ഭയമാണ്? അവൻ കർത്താവിന്റെ രാജ്യത്തിൽ അവൻ പകൽക്കാലം കേട്ടതുപോലെ ദൈവത്തിന് ഇഷ്ടം ചെയ്യാത്തവരെ ആരും ദൈവത്തിന്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്നുള്ള ഭയം. ഈ ലോകത്തിലെ നന്മകൾ നഷ്ടപ്പെടുന്നതല്ല, ഈ ലോകത്തിൽ എന്തെങ്കിലും അനുഗ്രഹം നഷ്ടപ്പെടുന്നുള്ള ഭയമല്ല, ഈ ലോകത്തിൽ എന്തെങ്കിലും നേടുവാൻ കഴിയത്തില്ല എന്നുള്ള ഭയമല്ല, അവൻ നിത്യരാജ്യത്തിൽ എത്തുവാൻ കഴിയത്തില്ല. അവൻ ദൈവത്തിന്റെ വചനപ്രകാരം ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നടക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ എവിടെ എത്തുവാൻ അവൻ പറ്റത്തില്ല. അവൻ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ആ വാതിലുകൾ തുറന്നു തരത്തില്ല എന്ന് കർത്താവിന്റെ വചനം പറഞ്ഞിരിക്കുമ്പോൾ അവൻ കർത്താവ് ഈ വക പ്രവർത്തിക്കുന്നവരൊന്നും ദൈവത്തിന്റെ രാജ്യം അവകാശമാക്കത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുമ്പോൾ അവൻ ജനത്തിന്റെ പ്രവർത്തികൾ ചെയ്യുന്ന ഏതെങ്കിലും മേഖലകൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ കർത്താവ് പറയുക, അവ ഈ വക പ്രവർത്തിക്കുന്നവരെ അവൻ കർത്താവ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ തമ്പുരാൻ അനുവദിക്കത്തില്ല എന്ന് പറയുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭയം വേണം. കർത്താവിന്റെ സ്ഥലത്തിൽ കർത്താവെ ആ ഭയപ്പെടുവാൻ യോഗ്യനായവനെ ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്, ഭയപ്പെടുവാൻ യോഗ്യനായ ഒരു കർത്താവിനെ ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ അവൻ ദൈവത്തിന് കൊടുക്കേണ്ടതായ മഹത്വം കൊടുക്കുവാൻ ഒരു കൃപ അഭിഷേകം അധികമായി തമ്മിൽ പകരുവാനിടണമേ. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടാവും, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളുണ്ടാവും, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവൻ മനുഷ്യനാണ്, ജീവിതത്തിൽ പ്രതിസന്ധി
പരീക്ഷകളുണ്ടാവും, പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അവൻ ഏലിയാവിന്റെ ജീവിതത്തിൽ അവൻ വഴിയെ പേശോന അത്ഭുതം പ്രവർത്തിച്ചന. എന്നാൽ ആ ഒരു വാക്കിന് മുമ്പിൽ അദ്ദേഹം പലപ്പോഴും തകർന്നു പോയി. എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ ശ്രേഷ്ഠത ഇല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന അനുഭവങ്ങൾ അവിടെ കടന്നു വരുവാനായിട്ട് മനുഷ്യൻ ജീവിതത്തിലൊക്കെ പ്രയാസങ്ങളും പലപ്പോഴും നിരാശകളും അനുഭവങ്ങളും വേദനകളും ഒക്കെ കടന്നു വരുവാൻ സിറ്റുവേഷനുകൾ കടന്നു വരുവാനായിട്ടും എങ്കിലും കർത്താവ് നമ്മളെ സ്നേഹിച്ച് നിർത്തുകയാണ്. ആ ഉറപ്പ് നമുക്കുണ്ടാകണം. കർത്താവ് നമ്മോട് കൂടെ ഉണ്ട്, കർത്താവ് നിങ്ങളെ സഹായിക്കും, ദൈവം നിങ്ങളെ ബലപ്പെടുത്തും എന്ന ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. അതോടൊപ്പം തന്നെ നമുക്ക് ഓരോരുത്തരും ഓരോരുത്തരും ഭയപ്പെടുവാൻ യോഗ്യനായ ഒരു കർത്താവ് ഞാൻ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവിന് കൊണ്ടുകിട്ടതായ മഹത്വം ഇവിടെ 2-3 പേർ ചുരുക്കം ചെറുതായിരിക്കും, 2 പേരായിരിക്കാം, ഒരാളായിരിക്കാം, 2 പേരായിരിക്കാം, ചിലപ്പോൾ ചെറിയ കൂട്ടമായിരിക്കാം. അതിന്റെ നടുവിൽ ആൾക്കാരുടെ ഒരു വലിയ ഒരു കൂട്ടത്തിന്റെ നടുവിൽ ദൈവത്തിന് വലിയ സാന്നിധ്യം അനുഭവിച്ചറിയാൻ പലപ്പോഴും കഴിഞ്ഞിരുന്ന തരത്തില്ല. പക്ഷേ എന്നാൽ മാളിക മുറയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ തേജസ് ചുരുക്കം ചെറുതായി ഇരിക്കുന്ന സമയത്ത് നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് പലപ്പോഴും നമ്മുടെ യാത്രകളിൽ നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന വേഗത്തിലായിരിക്കാം, പലപ്പോഴും ഒറ്റയ്ക്ക് നിൽക്കുന്ന സിറ്റുവേഷനിലായിരിക്കാം. പലപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും കിച്ചണിലായിരിക്കുന്ന സമയത്തായിരിക്കാം, പലപ്പോഴും യാത്രയിലായിരിക്കാം, പലപ്പോഴും നമ്മുടെ പേഴ്സണൽ പ്രയറിലായിരിക്കാം. ഇപ്പോഴൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനായിട്ട് ഈ ദൈവീയ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയണം, അത് രുചിച്ചറിയുവാനായിട്ട്. അപ്പോഴാണ് നമ്മളെ സംസാരിക്കുവാനായിട്ടുള്ളത്. കർത്താവിന് പലപ്പോഴും സംസാരിക്കുവാൻ ഇടയാകുന്നത് എപ്പോഴാണ്? കർത്താവിന് നമുക്കൊന്ന് വിട്ടുകൊടുക്കുക, കർത്താവിൻ്റെ സ്ഥലത്തേക്ക് നമ്മളെ ഒന്ന് വിട്ടുകൊടുക്കുവാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവസ്ഥലത്തേക്ക് ഒന്ന് വിട്ടുകൊടുക്കുവാൻ കഴിയുമ്പോൾ തമ്പുരാൻ സംസാരിക്കും. അനേകം പ്രാവശ്യങ്ങൾ എൻ്റെ യാത്രകളിൽ ദൈവം എന്നോട് സംസാരിക്കുവാൻ ഇടയാക്കുന്നത്. അനേകം കിലോമീറ്ററുകൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന മണ്ഡലങ്ങളുടെ നടുവിലൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടും ഇങ്ങനെ പോകുന്ന മണ്ഡലങ്ങളുടെ നടുവിൽ പരിശുദ്ധ എന്നോട് വ്യക്തമായി സംസാരിക്കും. എൻ്റെ കുറവുകളെയൊക്കെ അവിടെ വെളിപ്പെടുത്തി തരുന്നത് എനിക്ക് അനുഭവിച്ചറിയുവാൻ ഇടയാക്കുന്നത്. അനേകം സമയങ്ങളിൽ കർത്താവ് എന്നോട് സംസാരിച്ചത് എനിക്ക് അനുഭവിക്കാനാണ് ഇടയാക്കുന്നത്. അനേകം ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളുടെ നടുവിൽ നമ്മൾ ഓരോരുത്തരും ആകുമ്പോൾ അത് ദൈവത്തിന് സംസാരിക്കുവാൻ വേണ്ടിയാണ് ചില പ്രയാസങ്ങളോടെ നമ്മളെ കടത്തിവിടുന്നത്. എന്തിനു വേണ്ടിയാണ്? കർത്താവിന് സംസാരിക്കുവാൻ വേണ്ടി. സന്തോഷത്തിൻ്റെതായ മണ്ഡലത്തിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മളോട് സംസാരിക്കുവാൻ വേണ്ടി ദൈവം അടുത്ത് വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചെവികളെ നമ്മൾ കൊടുക്കുവാൻ ഇടയാകില്ല. കാരണം നമുക്ക് ചിന്തകളും നമ്മുടെ വിചാരങ്ങളും പലപ്പോഴും പലതിനു വേണ്ടി ശ്രദ്ധിച്ചിരിക്കണം. എന്നാൽ ചില പ്രയാസങ്ങളൂടെ കടന്നു പോകാനാകുമ്പോൾ അവൻ മകനെ എന്ന് വിളിക്കുമ്പോൾ ആ ശബ്ദം കേൾക്കുവാൻ നാം കാതോർത്ത് നിൽക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാനായിട്ട് എന്തുകൊണ്ട് ഞാൻ ആ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്തിനു വേണ്ടിയാ? ആ ദൈവിക ശബ്ദം കേൾക്കുവാൻ വേണ്ടിയാ. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത് എന്തിനു വേണ്ടി? അതിനെ മുട്ടിക്കുവാനോ തകർക്കുവാനോ അല്ല, ആ ദൈവത്തിന്റെ ഒരു ശബ്ദം കേൾക്കുവാൻ വേണ്ടിയാ. കർത്താവ് ഇതിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നതിനൊക്കെ ചിലത് ആലോചന പറഞ്ഞു തരുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. എന്തിനു വേണ്ടിയാ അത് കൊണ്ടു ചെല്ലുന്നത്? ദൈവത്തിന്റെ ആലോചന പറഞ്ഞു തന്നത് നിന്നെ വേർതിരിച്ച് തന്നെ മരുഭൂമിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തി നിന്നെ കൊണ്ട് സംസാരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ദൈവം നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ, നിന്നോട് സംസാരിച്ചെങ്കിൽ മാത്രമേ ആ വചനം ഞാൻ എന്തെങ്കിലും ഏറ്റെടുക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ചില മണ്ഡലങ്ങളിൽ കടന്നു വരുവാണ്ടാകുമ്പോൾ എന്തേ ഇങ്ങനെ കടന്നു വരുന്നത് എന്ന് പലപ്പോഴും ചിന്തിച്ചു പോകാം. എന്തേ ഇങ്ങനെ എനിക്ക് മാത്രമേ എന്ന് ചിന്തിച്ചു പോകാം. എന്തേ ഇങ്ങനെ സിറ്റുവേഷൻ എന്ന് ചിന്തിച്ചു പോകാം. പക്ഷേ കർത്താവിന് സംസാരിക്കുവാനുണ്ട്, ദൈവത്തിന് ഇടപെടുവാനുണ്ട്, ദൈവത്തിന് ചിലത് സംസാരിച്ച് ക്രമീകരണം വരുത്തുവാനുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് സംസാരിക്കുവാനായിട്ട് ഇന്ന് വലിയ കാര്യം കേട്ടതുപോലെ നെഗറ്റീവായ ചിന്തകളെല്ലാം മാറ്റി നിർത്തിയിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ, യേശുവിന്റെ കര പറയണമെങ്കിൽ, ദൈവത്തിന്റെ സാക്ഷ്യം പറയണമെങ്കിൽ ഒന്നാമതായിട്ട് ദൈവത്തിന്റെ വാക്കുകളെ കേൾക്കുവാനായിട്ടാണ്, യഹോവയുടെ വചനത്തെ കേൾക്കുവാനായിട്ടാണ്. രാത്രികാലം കേട്ടതുപോലെ സൗഖ്യമാക്കുവാൻ വേണ്ടി യഹോവ ശക്തനാണ്. പക്ഷേ നിനക്ക് മനസ്സുണ്ടോ എന്ന് കർത്താവിന്റെ ആത്മാവ് ചോദിക്കുവാനാകുമ്പോൾ അതേ എനിക്ക് കഴിയും, ദൈവത്തിന് കഴിയുമെന്ന് പറയുവാൻ നമ്മുടെ നാവുകൾ ചലിക്കുവാനായിട്ടുള്ള എന്റെ വിഷയങ്ങൾക്ക് പരിഹാരം തരുവാൻ യേശുവിന് കഴിയുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് എന്റെ നാവുകളെ പറഞ്ഞു തുടങ്ങുവാനായിട്ടുള്ള ദൈവത്തിന്റെ പ്രവൃത്തിയാണ് വെളിപ്പെടുവാനായിട്ട്. പലപ്പോഴും വരുന്നതായ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രയാസങ്ങളും പ്രതിസന്ധികളിൽ കടന്നു വരുവാനാകുമ്പോൾ പലപ്പോഴും കഴിയത്തില്ല എന്ന മനസ്സ് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക, നടക്കത്തില്ലെന്ന് മനസ്സ് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. നടുവിലും ഒരു ശക്തിയോടെ പറയുവാൻ കഴിയണം, യഹോവയാൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കുവാൻ കഴിയാം, യേശുവിനാൽ കർത്താവിനാൽ ഈ മതിൽ ഞാൻ ചാടിക്കടക്കുവാൻ കഴിയാം. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിത്തീരാം.
അത് വിശ്വസിക്കാൻ ദൈവത്തിന്റെ പ്രവൃത്തി കാണുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുവാനിടയാകട്ടെ. അവയെ ചിന്തിപ്പിച്ചതായ ചില കാര്യങ്ങൾ പറഞ്ഞ ദിവസം ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവ യെഹെസ്കേലിന്റെ പ്രവചനം, അവ യെഹെസ്കേൽ 37-ാം അധ്യായത്തിന്റെ അവ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യെഹെസ്കേൽ ചാപ്റ്റർ 37 വേഴ്സ് 11 to 14. യെഹെസ്കേൽ ചാപ്റ്റർ ഞങ്ങളുടെ അസ്ഥികൾ ഉണക്കി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയെ ഞാൻ അരുളി ചെയ്തത് നിവർത്തിച്ചു ഇരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. 37-4 വാക്യോട് വരും. 37-4. കർത്താവേ, നീ അറിയുന്ന ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുകയും. ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി എന്ന ദൈവത്തിന്റെ വചനം അവിടെ പറഞ്ഞിരിക്കുക. ഇന്ന് പകരക്കാലം കേട്ടെങ്കിൽ മാത്രമേ അവൻ ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് അവൻ നടക്കുവാനിടയാകുന്നു. ഇന്ന് പകരക്കാലം നമ്മുടെ ഹൃദയത്തെ അവൻ ദൈവത്തിന്റെ സ്ഥലത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊണ്ടുവന്നത്. കർത്താവെ, അവൻ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുവാനാണ്, പരിശുദ്ധാത്മാവ് സംസാരിക്കണം. അവയെ കേവലം അവൻ സജീവ വ്യക്തി ഇവിടെ നിന്ന് സംസാരിക്കുന്നത് കേൾക്കുവാനല്ല, അവൻ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കണം, പരിശുദ്ധാത്മാവ് സംസാരിക്കണം. ദൈവമേ, ഇന്ന് ഞാൻ കടന്നു വന്നത് ഈ ആലത്തിന്റെ നടുവിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിന്റെ കർത്താവെ എന്നോട് സംസാരിക്കുവാനുള്ളത് അവൻ പൗലോസ് പറഞ്ഞതുപോലെ അവൻ മനുഷ്യപരമായ ശബ്ദം കേട്ടതുപോലെയല്ല, അവൻ ദൈവത്തിന്റെ ആലോചന ഞങ്ങളോട് അറിയിച്ചതുപോലെ, അവൻ ദൈവത്തിന്റെ ആലോചന കേട്ടതുപോലെ അതിനെ ഒന്ന് ഏറ്റെടുക്കുവാൻ ഒരു കൃപ അവൻ തമ്മിൽ പകരുവാനാണ്. ഇത് പകരക്കാലം അവൻ ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ വാചനം കേട്ടെങ്കിൽ മാത്രമേ അവൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട്. ഒന്ന് നമ്മുടെ കാതുകളിൽ എന്തിനു വേണ്ടി അവൻ ദൈവവചനം കേൾക്കുവാൻ വേണ്ടി സത്യവും കൊടുക്കുവാൻ കഴിയണം. അവൻ എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാം, ഉണ്ടെങ്കിൽ അസ്ഥികളിൽ ജീവൻ വെച്ച് അവൻ ജീവനായി വരണമെങ്കിൽ ഒന്നാമതായി ഇത് ചെയ്യേണ്ടത് അവൻ നമ്മുടെ കാതുകളെ ആർക്ക് കൊടുക്കുവാനാണ്, ദൈവത്തിന് കൊടുക്കുവാനായിട്ടാണ്. ഇതുപോലെ കേൾക്കുന്ന അവൻ അതിന് വിരുദ്ധമായിട്ട് ദൈവവചനത്തിന് വിരുദ്ധമായി കേൾക്കുന്ന എല്ലാ അപശബ്ദങ്ങളെയും ബ്രേക്ക് ചെയ്തിട്ട് അവയെ ആരുടെ ശബ്ദത്തിന് വേണ്ടി അവൻ കാതുകളെ കൊടുക്കുവാനായിട്ടാണ്, അവൻ ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി അവൻ കാതുകളെ കൊടുക്കുവാനായിട്ടാണ്. ഇതുപോലെ നിങ്ങളെ തളർത്തുന്നതായ, നിങ്ങളെ ഭാരപ്പെടുന്നതായ, നിങ്ങളെ അവൻ നിരാശയിലേക്ക് തള്ളിവിടുന്നതായ എല്ലാ ശബ്ദങ്ങളും അവിടെ അവസാനിക്കുവാനാകട്ടെ. ഇതുപോലെ യഹോവയുടെ ശബ്ദം അത് ജീവനുള്ളതാ, അത് ചൈതന്യമുള്ള ദൈവത്തിന്റെ വചനമാ, അത് ശക്തിയോടെ വ്യാപരിക്കുവാനായിട്ട് ഇന്ന് പകൽക്കാലം ആ ദൈവിക ശബ്ദം ഇതുപോലെ കേൾക്കുവാൻ വേണ്ടി അവൻ കാതുകളെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുവാനാണ്. ആ ദൈവിക ശബ്ദം കേട്ടാൽ ഒരു വലിയ മാറ്റം സംഭവിക്കാനായിട്ട്, ആ കർത്താവിന്റെ വാക്ക് കേട്ടാൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട്, അവൻ കർത്താവിന്റെ വാക്ക് കേട്ട് അവൻ ആ പടകിലേക്ക് ഇറങ്ങി പുറപ്പെടുവാനാകുമ്പോൾ അതുപോലെ കാര്യമായി പടകിലെ നിറച്ച ദൈവമാ. അതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി ഇതുപോലെ ശൂന്യമായ ഹൃദയങ്ങളുടെ അന്തരങ്ങളിലേക്ക് യേശുവിന്റെ വചനം ഇറങ്ങുവാനാകുമ്പോൾ ആ ശൂന്യതകളെ മാറ്റി അവൻ ദൈവം ജീവനുള്ളതായ ഒരു ഹൃദയമാക്കി അവനെ മാറ്റുവാനായിട്ട് ഇതുപോലെ പ്രവർത്തിക്കണമെന്നെങ്കിൽ അവൻ യഹോവയുടെ സ്ഥലത്തിലേക്ക് അവൻ എന്റെ കാതുകളെ ഒന്ന് കൊടുക്കുവാനായിട്ടാണ്. ഇതുപോലെ തയ്യാറാണോ? യേശുവേ, അങ്ങയുടെ ശബ്ദത്തിലേക്ക് കേൾക്കണം. മനുഷ്യകരമായ ശബ്ദം ഒന്നും വേണ്ടപ്പ. അങ്ങയുടെ ശബ്ദം അത് ജീവൻ നൽകുന്ന, അവൻ ചൈതന്യം നൽകുന്ന അങ്ങയുടെ വചനം എന്നെ കേൾപ്പിക്കണമേ കർത്താവേ. ആ വചനം എന്റെ കാതുകളിലേക്കൊന്ന് മടങ്ങുവാനാണമേ. അത് പ്രവചനമായി ദൂതായി എന്നിലേക്കൊന്ന് ഇറങ്ങുവാനാണമേ. അത് പ്രവർത്തിക്കുവാനാകുമ്പോൾ ഇരുട്ടിന്റെ യന്ത്രങ്ങളിലേക്ക് വെളിച്ചം വീശിയതുപോലെ ആ ദൈവത്തിന്റെ വചനം ഇറങ്ങുവാനാകുമ്പോൾ ആ ദൈവിക പ്രവൃത്തി വെളിപ്പെടുവാനാകുമ്പോൾ ഇരുട്ടിന്റെ മണത്തിലേക്ക് ഒരു പ്രകാശം പകർന്നതുപോലെ ആ ദൈവവചനമാകുന്ന പ്രകാശം ഒന്ന് വ്യാപരിക്കുവാനാകുമ്പോൾ ഇരുട്ട് നീങ്ങുവാനായിട്ട് അത് എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? അത് ഈ കാലിലൂടെ കേട്ട് നിന്റെ ഹൃദയത്തിന്റെ യന്ത്രങ്ങളിലേക്ക് അത് ഇറങ്ങുവാനായിട്ട് ദൈവത്തിന്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനാണ്.
കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാണ്. പിന്നെ പറയുക അവൻ വായിച്ച വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പിന്നെ അവൻ എന്നോട് കരളിച്ച മനുഷ്യപുത്ര, ഈ അസ്ഥികൾ അവ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. ഞങ്ങളുടെ ഈ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ചു. അവൻ ഇവരുടെ വാക്ക് കേട്ടാൽ മനസ്സിലാക്കുക എന്താ, ഞങ്ങൾ അവൻ തീരെ മുടിഞ്ഞു. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. അവൻ ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു. ഈ വാക്കുകളും ഈ സംസാരങ്ങളും എവിടെ നിന്ന് മാറണം? നമ്മുടെ ഹൃദയത്തിലെ ആന്തരങ്ങളിൽ നിന്ന് മാറുവാൻ വേണം. എനിക്ക് ദാസൻ കേട്ടതുപോലെ അവൻ ആത്മീയത്തിന്റെ ഉണർവുള്ള തടസ്സം അവൻ ഞാൻ മാത്രമാണ്. അവൻ എൻ്റെ ചിന്തകളാണ്, എൻ്റെ വിചാരങ്ങളാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ ദിവസത്തിലേക്ക് അവൻ ഏറ്റവും പോസിറ്റീവായിട്ടെന്ന് പറയാനും കഴിയാം. അവൻ ഞാൻ മുടിഞ്ഞു പോകുന്നു, ഞാൻ തകർന്നു പോകുന്നു, ഞാൻ വീണു പോകുന്നു, ഇനി അവൻ എനിക്ക് ആത്മീയത്തിൽ മുന്നേറുവാൻ കഴിയത്തില്ല എന്ന ചിന്തകൾ മാറ്റി വെച്ചിട്ട് യേശുവിനോട് കൂടെ ഉണ്ടെങ്കിൽ, കർത്താവിനോട് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നേറുവാൻ കഴിയും. ആ ദൈവത്തിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ആ ദൈവം എന്നെ ബലപ്പെടുത്തുവാൻ കഴിയും. എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലായിരിക്കും, പക്ഷേ അങ്ങയുടെ സാന്നിധ്യം എന്നിലേക്ക് ഇറങ്ങുവാൻ കഴിഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയും. അവൻ ഞാൻ നടക്കുന്ന മേഖലകളിൽ എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുവാൻ കഴിയും. എങ്ങനെയാ ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുവാൻ അവൻ കഴിഞ്ഞാൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാണ്. ഒരു കാലം ആ ദൈവസാക്ഷ്യം ഇറങ്ങുമ്പോൾ, ആ ദൈവത്തിന്റെ സാക്ഷ്യം ഇറങ്ങുവാനെയാകുമ്പോൾ, ആ ദൈവശബ്ദം നമ്മുടെ ഹൃദയത്തിന്റെ അന്തരങ്ങളിലേക്ക് ഇറങ്ങുവാനെയാകുമ്പോൾ എന്താ ചെയ്യുവാനിടയാകുന്നത്? നമ്മുടെ ഹൃദയത്തിന്റെ അന്തരങ്ങളിൽ നിന്ന് എല്ലാ നെഗറ്റീവായിട്ടുള്ള തോട്ടുകളും അവൻ തമ്പുരാൻ എടുത്ത് കളയുവാനെയായിട്ട് അവന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നിരിക്കുന്നു. ഇനി ഞാൻ മുടിഞ്ഞിരിക്കുന്നു, ഇനി നന്നാകത്തില്ല എന്ന് പറയുന്നതായ ആ വാക്കുകളും ആ നെഗറ്റീവായ ചിന്തകളും അവൻ നമ്മുടെ ഹൃദയത്തിന്റെ അന്തരങ്ങളിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളുടെ അന്തരങ്ങളിൽ നിന്നും നീങ്ങി മാറുവാൻ ഇടയാകട്ടെ. അവൻ നന്മ നൽകുന്നത് ആരാ? തമ്പുരാൻ മാത്രമാണ്. അവൻ സമ്പത്ത് നൽകുന്നത് ആരാ? തമ്പുരാൻ മാത്രമാണ്. ആരോഗ്യം നൽകുന്നത് ആരാ? തമ്പുരാൻ മാത്രമാണ്. ആ ആരോഗ്യത്തെ എടുത്തു കളയുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ആരോഗ്യത്തെ വെടിച്ചു കളയുവാൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഒരു കാലം നമ്മുടെ ഉള്ളിൽ ഒരു ആത്മധൈര്യം ഉണ്ടാകണം. എന്റെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുണ്ട്, എനിക്ക് സൗഖ്യം നൽകുവാൻ വേണ്ടി എന്റെ യേശു എനിക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. ആ കർത്താവ് എനിക്ക് സൗഖ്യം നൽകുവാൻ ശക്തിയോ, ആ ശക്തിയുള്ള ദൈവത്തിന്റെ കരമിറങ്ങുവാൻ നെഗറ്റീവായ വാക്കുകൾ അവസാനിപ്പിച്ചത് യേശുവിനെ അവൻ ബലപ്പെടുത്തും. എന്റെ ശക്തി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി ഇറങ്ങി വരുവാനായിട്ട് ഇന്ന് ഒന്ന് അവൻ നമ്മുടെ കാതുകളെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാനായിട്ട്, രണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിന് വേണ്ടി കൊടുത്തിട്ട് നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന സംസാരങ്ങളെല്ലാം അത് അവൻ ദൈവത്തിന് പ്രസാദമുള്ളതായി തീരുവാനാണ്. അത് ആത്മീയ വർധന വരുത്തുന്നതായി തീരുന്നതിലേക്ക് ഒന്ന് ഉയരുവാൻ നമ്മുടെ സ്വയമേ ഒരു കൃപ നമ്മൾ നൽകുവാനായിട്ട്. ഈ പറഞ്ഞതൊന്നും അവൻ സുപ്രഭാതത്തിൽ ഈ ഹോൾ വിട്ടിട്ട് ഇന്ന് 12:30 കഴിഞ്ഞാൽ 1 മണി കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് പോകുന്നത്, ഇനി എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് തീരുമാനം എടുത്തു പോയാലൊന്നും അത് നടക്കുന്നില്ല. പക്ഷേ നടക്കണമെങ്കിൽ ഇത് പരിശുദ്ധാത്മാവിന് ഒരു സാന്നിധ്യം, പരിശുദ്ധാത്മാവിന് ഒരു കൃപ നമ്മളെ പകരുവാനുണ്ട്. കാരണം ദൈവമേ കർത്താവിനെ ബലപ്പെടുത്തണം, ദൈവത്തിന്റെ ശക്തി ഇരിക്കണം കർത്താവേ. ആ ദൈവമേ അങ്ങയുടെ വചനം എൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ക്രിയ ചെയ്യണമേ കർത്താവേ. നല്ല നിലത്ത് വീണതുപോലെ അതിൻ്റെ ഒരു ക്രിയ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാനാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അത് വെളിപ്പെടുവാൻ വേണ്ടി ദൈവം സഹായിക്കുവാനാണ്. പരിശുദ്ധാത്മാവോട് കൂടെ ഇരുന്ന് ആലോചന പറഞ്ഞു തന്ന് നമ്മളെ വഴി നിർത്തുവാൻ അവിടെ അധികം നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും ഒക്കെ മാറ്റി നിർത്തിയിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനാണ് അവരെ പ്രതിനിധിക്കുന്നത്. അതുകൊണ്ട് നീ പ്രവചിച്ച് അവയോട് പറയണത്, യഹോവയായ കർത്താവ് ഇപ്രകാരം പറയുന്നത്, എന്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എന്റെ ജനമേ ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളുടെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. വൈകാലം ചില ശവക്കുഴിയുടെ അനുഭവങ്ങൾ നിൽക്കുവാനിടയാകുവാണ്. അവയെ അടക്കപ്പെട്ടതായ അനുഭവങ്ങൾ ഇനി ഒരിക്കലും പുറകുലോകം കാണത്തില്ലെന്ന് ചിന്തിച്ച് അവ ക്ലോസ് ചെയ്യുന്നതായ ചില മണ്ഡലങ്ങൾ, ക്ലോസ് ചെയ്ത ചില വിചാരങ്ങൾ ഒക്കെ നിർത്തുവാനിടയാകുമ്പോൾ അവ കർത്താവിനെ ആത്മാവ് പറയുക, പരിശുദ്ധാത്മാവ് പറയുന്നത് അതിനെല്ലാം മാറ്റിമറിക്കുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. അവ ചിലതിനെ ക്ലോസ് ചെയ്ത് നിർത്തിയിട്ട് ഇനി ഒരിക്കലും ഇനി ഒരു നന്മകൾ കാണുവാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് നിർത്തുമ്പോൾ യേശു കർത്താവ് പറയുന്നുണ്ട്, അതിനെ മാറ്റിമറിച്ച് ഞാൻ യഹോവ എന്ന് അറിയുവാണ്. യഹോവയുടെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് അത് നാട്ടിൽ ഈ അനുഭവത്തിൽ നിന്നുകൊണ്ട് അവൻ നാട്ടിലെ സിറ്റുവേഷൻ നിന്നുകൊണ്ട് അവൻ സുഖത്വത്തിന് ഈ അനുഭവത്തിലേക്ക് അവൻ തമ്പുരാൻ മാറ്റിമറിക്കുവാൻ ശക്തനായ ഒരു ദൈവമാണ്.
അത് അവൻ പുറത്തു കൊണ്ടുവന്നിട്ട് യഹോവയാകുന്ന ദൈവം എന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ നിങ്ങൾ ഇടയായി ചെയ്യുമ്പോൾ അത് അവൻ നാം മാത്രമല്ല നമ്മുടെ ദേശത്തുനിന്നും നമ്മുടെ കൂട്ടുചാർച്ചക്കാർ നമ്മുടെ മുഴുവൻ ആൾക്കാരും അത് അറിയുവാൻ യഹോവയുടെ സാന്നിധ്യം ഇവരോട് കൂടെ ഉണ്ട് എന്ന് അവൻ ഇവരെല്ലാവരും അറിയുവാൻ ഇനി ഒരിക്കലും ഇവർ നന്നാവത്തില്ലെന്ന് വിചാരിച്ച് നിൽക്കുന്ന മണ്ഡലങ്ങൾ നടുവിൽ ഇനി ഒരിക്കലും ഇവരെ ആരും അവൻ ഇവരേക്കും ഇവർ നന്നാവാത്ത മണ്ഡലത്തിലേക്ക് തകർന്നു പോയി എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് ഒരിക്കലും യഹോവയുടെ വാക്ക് കേട്ട് യഹോവയുടെ ശബ്ദം കേട്ട് ആ ഹൃദയത്തിന്റെ യന്ത്രങ്ങളിലേക്ക് യഹോവയുടെ വചനത്തെ ഉൾക്കൊണ്ട് ആ വചന നാവിൽ നിന്ന് യഹോവ എന്നെ ബലപ്പെടുത്തും, യഹോവ എന്നെ ശക്തീകരിക്കുന്ന നാവ് കൊണ്ട് പറഞ്ഞു തുറന്നുവാനാകുമ്പോൾ ഇതിന് എല്ലാ അവസ്ഥകൾക്കും ദൈവം മാറ്റം വരുത്തുവാനായി ചെയ്യുക. അവൻ ദേശം കാണുക, അവൻ ചർച്ചക്കാർ കാണുക, കുടുംബക്കാർ കാണുക, ആ ദൈവത്തിന് ഈ അത്ഭുതത്തിലെ കാലാവധി ഇറങ്ങുവാനായിട്ട് ഞാൻ തന്നെ സത്യമായ ഞാൻ തന്നെ യഹോവ എന്ന് അവൻ കാണുമാറ് അവൻ കേൾക്കുമാറ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് അങ്ങനെ പുറത്തു കൊണ്ടുവന്നിട്ട് വെറുതെ വിടുന്ന ഒരു ദൈവമല്ല. ആ കർത്താവിന്റെ വാക്ക് പറയുന്നത്, നിങ്ങൾ ജീവിക്കേണ്ടത് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും, ഞാൻ സ്വദേശത്ത് ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും, യഹോവയായി ഞാൻ ആ ലക്ഷ്യം നിവർത്തിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ അറിയുന്നു എന്ന് യഹോവയുടെ അളപ്പാണ്. പുറത്തു കൊണ്ടുവന്നിട്ട് അങ്ങനെ വിടുന്ന ഒരു ദൈവമല്ല. പുറത്തു കൊണ്ടുവന്നിട്ട് അങ്ങനെ നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞ് വിടുന്ന ദൈവമല്ല. പരിശുദ്ധാത്മാവിനെ തന്നു, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് തമ്മിൽ ആക്കി വെച്ച് ആ കർത്താവിന്റെ വചനത്തിലൂടെ അവൻ നമ്മളെ വഴി നടത്തിയിട്ട് ആ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യുവാനായിട്ട് അത് ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി വെച്ചിട്ട് നടത്തുന്നത് അവൻ കർത്താവുണ്ട്. അതുകൊണ്ട് അവൻ പലപ്പോഴും നമുക്കൊരു വിശ്വാസമുള്ളത് അവൻ നമ്മുടെ തലമുറകൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അവൻ പ്രാലദേശങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം, അവരെ ഗൈഡ് ചെയ്യാൻ ഒരു വ്യക്തി പോലും കാണത്തില്ലായിരിക്കാം, അവൻ നിയന്ത്രിക്കുവാൻ ആരും കാണത്തില്ലായിരിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അവരെ ഗൈഡ് ചെയ്യുവാൻ അവൻ മാതാപിതാക്കളായിട്ട് നമ്മൾ ഇവിടുന്ന് അവൻ ടെലിഫോൺ ചെയ്ത് വലിയ വ്യാകുലപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ ദൈവത്തിന്റെ ആത്മാവ് അവരെ ഗൈഡ് ചെയ്യുവാനായിട്ട് മകനെ ഇത് തെറ്റെന്ന് പറയുവാൻ വെക്കണം. അവൻ പരിശുദ്ധാത്മാവ് ഇടപെടുവാനായിട്ട് അവന്റെ കാൽ എടുത്തു വെക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് പറയും, നിന്റെ കാൽ എടുത്ത് വെക്കുന്നത് നാശത്തിലേക്കാണെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുവാനായിട്ട് നിങ്ങൾക്ക് ഒരു ആത്മീയ ഉറപ്പ് നമുക്കുണ്ടാകുവാനായിട്ട് എന്നെ അവൻ ഉപേക്ഷിച്ച് വഴിയിൽ തള്ളിക്കളയുന്ന ദൈവമല്ല. ആ കർത്താവിന്റെ ആത്മാവിനെ ഉള്ളിൽ തന്നിട്ട് ആ കർത്താവിനെ വഴി നടത്തുവാനായിട്ട് ദൈവം അങ്ങനെ അവൻ മാനിക്കുവാൻ ശക്തനായ ദൈവമാണ്, അത്ഭുതം പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. ഉടങ്ങിയ അസ്ഥി ഒരു ജീവനുള്ള സൈന്യമായി എഴുന്നേൽപ്പിക്കണമെങ്കിൽ അവിടെ പല ക്രിയകൾ ചെയ്തെങ്കിൽ മാത്രമേ ഒരു സൈന്യമായി എഴുന്നേൽപ്പിക്കുവാൻ കഴിയൂ. ഒന്ന് അവിടെ ഒരു അഭിഷേകത്തിനുണ്ടാകണം, അത് പ്രവചിച്ച് പറയുവാൻ, കർത്താവിന്റെ വാക്ക് കേട്ട് പ്രവചിച്ച് പറയുവാൻ ഒരു അഭിഷേകത്തിന് ദൈവം ആക്കി വെച്ചിട്ടായിരിക്കുക. അത് ദൈവത്തിന്റെ ദാസനിലൂടെ ദൈവത്തിന്റെ ദാസന്മാരിലൂടെ ദൈവത്തിന്റെ വാചനം കേൾക്കുവാൻ എങ്ങനെയാണ് ദൈവവാചനം കേൾക്കുവാൻ ദൈവത്തിന്റെ അഭിഷേകത്തമാരിലൂടെ ദൈവത്തിന്റെ വാചനം കേൾക്കുവാനായിട്ട് ആ കേൾക്കുന്ന ദൈവ വാചകം നമ്മുടെ കാതുകളെ ശ്രദ്ധയോടെ കേട്ട് അത് ഏറ്റെടുത്ത് നമ്മുടെ ഹൃദയത്തിന് അന്തരങ്ങളിലേക്ക് വന്ന് അവൻ നമ്മുടെ ഹൃദയം നിറഞ്ഞ് നാവുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ആ ദൈവത്തിന് നന്ദി കയറ്റുകൊണ്ട് യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് ദൈവമാകുമ്പോൾ ആ അവസ്ഥകൾക്കെല്ലാം ദൈവം മാറ്റം വരുവാൻ ഇടയായിട്ടാണ്, കർത്താവിന്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാൻ ഇടയായിട്ടാണ്. അങ്ങനെയൊക്കെ നമ്മളെ ഒരുമിച്ച് ദൈവം നിർത്തുവാൻ്റെ ആകുമ്പോൾ കർത്താവിന്റെ ആഗ്രഹം നമ്മൾ ദൈവത്തിന് വേണ്ടി എടുക്കണമെന്ന് ആഗ്രഹമാണ്. രണ്ട് വ്യക്തികളെ മാത്രം പരിചയപ്പെടുത്തിക്കൊണ്ട് ദൈവസ്ഥലിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക. ഒന്ന് യോനയെക്കുറിച്ചും പൗലോസിനെ കുറിച്ചും മാത്രം പറഞ്ഞ ദൈവസ്ഥലിലേക്ക് ഞാൻ ആഗ്രഹിക്കുക. അപ്പം യോനയുടെ ജീവിതത്തിൽ അവൻ പല വിഷയങ്ങളിൽ കടന്നു വരുവാൻ്റെ ആഗ്രഹമാണ്. യോന നല്ല പ്രവാചകനാണ്, പക്ഷേ പലപ്പോഴും പല കാര്യങ്ങളുടെ നടുവിൽ അവൻ പലപ്പോഴും ജ്ഞാനത ചിന്തകൾ അവൻ യോനയുടെ ഹൃദയത്തിന്റെ അന്തരങ്ങളിലേക്ക് കടന്നു വരുവാനാകുമ്പോൾ അവൻ ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി വില കൊടുക്കുവാൻ പലപ്പോഴും കഴിയുന്നില്ല. അവൻ യോനയ്ക്കറിയാം, ഞാൻ എവിടെയെങ്കിലും പോയി ദൈവത്തിന് അവൻ ആത്മാവ് പറയുന്നതിനനുസരിച്ച് ഞാൻ പോയി അവൻ ആ ദേശത്തോട് അവൻ മാനസാന്തരപ്പെടണമെന്ന് പറഞ്ഞാൽ ആ ദേശത്തിലുള്ളവർ ആ മാനസാന്തരത്തിൻ്റെതായ അവർ തെറ്റുകളെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ആ ദുർവാറകളെ വിട്ടുതിരിഞ്ഞ് മടങ്ങി വരും. അവർ ദൈവത്തോട് അപേക്ഷിക്കും, അവർ ദൈവത്തോട് നിലവിളിക്കും, ഉപവസിക്കും, പ്രാർത്ഥിക്കും, അവർക്ക് വിടുതൽ തപ്പരം കൊടുക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ആ ദേശം വിടുതൽ അനുഭവത്തിലേക്ക് വരുവാനായിട്ട്. എന്നാൽ അവൻ പറഞ്ഞതാര മുടിച്ചു കളയുമെന്ന് പറഞ്ഞ യോനയുടെ വാക്ക് അവിടെ യാതൊരു വിലവില്ലാത്ത രീതിയിലേക്കാണ് മാറുവാനായിട്ട്. അതുപോലെ അത് ദൈവം അയക്കുന്നത് ചില പ്രവർത്തികൾക്ക് വേണ്ടിയാണ്, ചില തകർച്ചകൾക്ക് വേണ്ടി ദൈവം അക്ഷരങ്ങൾ നിർത്തുമ്പോൾ യോനയെക്കുറിച്ചുള്ള ശുശ്രൂഷകൾ ദൈവത്തിൻ്റെ ചില പദ്ധതികൾക്ക് വേണ്ടിയാണ്. യോനയുടെ നിലവിലേക്ക് പോകുവാനിടയാകും പറയുമ്പോൾ തർത്തേശിലേക്ക് പോകുവാനിടയാകുമ്പോൾ അവിടെ ചില കഷ്ടങ്ങളും ഭാരങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയാകും. അവർ അയ്യമ്മയുടെ ശബ്ദത്തിലേക്ക് അവ ഇറങ്ങപ്പെടേണ്ട അവസ്ഥകളിൽ കടന്നു വരികയാണ്. യേശുവിൻ്റെ വാക്ക് കേൾക്കാതെ നിൽക്കുന്ന അനുഭവത്തിലാണ്. നമുക്കത് വായിക്കാം. യോന
4-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വാക്യങ്ങളാക്കി. യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി, അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്ത് ആയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീസിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയവുമുള്ള ദൈവമെന്നും അനർത്ഥത്തെക്കുറിച്ച് സഹതപിക്കുന്നുവെന്നും ഞാൻ അറിയുന്നു. ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. അവിടെ അത്രത്തോളം ജനങ്ങൾ നശിച്ചു പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ പറഞ്ഞ വാക്കുകൾ അവിടെ യോന അത് നിവൃത്തീകരിച്ചെങ്കിൽ നമ്മൾ യോനയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ പറഞ്ഞു ദൈവനാമത്തിൽ പറഞ്ഞു അവർക്ക് വലിയ അനർത്ഥം സംഭവിച്ചു എന്ന് അവൻ യോന ചിന്തിക്കുമല്ല. എന്നാൽ ആ യോനയുടെ ചിന്തകളെ അവിടെ തമ്പുരാൻ മാറ്റുവാനാണ് ചെയ്യുക. കർത്താവിൻ്റെ വാക്കിന് വില കൊടുത്തുകൊണ്ട് അവിടെ തന്നെ അവസാനത്തിൽ പറഞ്ഞത് എന്ത് ചെയ്യുക? 10-ാം വാക്യം പറഞ്ഞത്, അതിന് യഹോവ, നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായി വരികയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോ ഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലം കൈയും ഇടം കൈയും തമ്മിൽ തിരിച്ചറിയാനുകൂടാത്ത 1,20,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിലവിയോട് എനിക്ക് അയ്യോ ഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. കർത്താവിന് അയ്യോ ഭാവം തോന്നരുതോ എന്ന് അവൻ യോനയോട് ചോദിക്കുവാനാണ് ചെയ്യുക. അവൻ ദിനങ്ങളിൽ അവൻ ദൈവത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി നാം നിൽക്കുവാനാണ്. പലപ്പോഴും അവൻ ദൈവത്തിൻ്റെ ആലോചനകൾ അവയെ അറിയിക്കുവാൻ വേണ്ടി നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുവാനിടയാണ്, കർത്താവെ അങ്ങയുടെ ഇഷ്ടം അത് നടക്കുവാനാണ്. അതാണ് അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അവൻ ദൈവത്തിന് വിരുദ്ധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളും, യേശുക്രിസ്തുവിന് വിരുദ്ധമായി ഉയരുന്ന എല്ലാ ഉയർച്ചകളും അവൻ തകർപ്പെടുവാനാണ്. ദൈവവിരുദ്ധമായ അവൻ ജ്ഞാനത ചിന്തകൾ, ജ്ഞാനത വിചാരങ്ങൾ എൻ്റെ വാക്കിനേക്കാൾ ഉപരിയായിട്ടാണോ? അല്ലോ, അവൻ ദൈവമാണ് സകലത്തിനും മതിയായതും സകലത്തിനും മതിയായ കർത്താവ് തമ്പുരാൻ മാത്രമാകുമ്പോൾ യോന എന്നൊരു വ്യക്തിയേക്കാൾ ഉപരിയായിട്ട് അവിടെ മാനസാന്തരപ്പെടുന്ന 1,00,000-നേക്കാൾ ഉപരി 1,20,000 മേൽ ജനത്തെയാണ് ദൈവം പ്രാധാന്യം കൊടുക്കുവാൻ അയച്ചത്. അപ്പൊ യോനയെ കുറിച്ച് ദൈവത്തിന്റെ ആലോചനകൾ എന്ത് ചെയ്യുക? അവിടെ പോയി സുവിശേഷം അറിയിക്കണം, മാനസാന്തരത്തിൻ്റെതായ ദൂതുകൾ അവിടെ അറിയിക്കണം. അത് മാത്രമാണ് തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്. മുടിക്കും എന്ന് പറഞ്ഞാൽ അവൻ നിങ്ങൾ ദൈവത്തിന്റെ വചനം അനുസരിച്ച് മടങ്ങി വന്നില്ലെങ്കിൽ അവിടെ മുടിക്കപ്പെടുവാനുള്ള അയച്ചത്. കർത്താവ് അങ്ങനെയാ പറയുവാനുള്ള ആകുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവെ ഒരു ജനവും നശിച്ചു പോകുവാനല്ല തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ഒരാത്മാവും ഇവിടെ നശിച്ചു പോകുവാനല്ല തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനാകണം. അപ്പൊ ഇതിന്റെ നടുവിൽ ഒരു പിന്മാറ്റപ്രകാരം പോലും ഉണ്ടാകുവാനാകാതെ, പിന്മാറ്റത്തിന്റെ അനുഭവത്തിലേക്ക് ഒരു വ്യക്തി പോലും കടന്നു പോകുവാനാകാതെ എല്ലാവരും നാൾക്കുനാൾ ശക്തി പ്രാപിച്ച് മടങ്ങി വരണമെന്ന് അവൻ തമ്പുരാന്റെ ആഗ്രഹം. ഒരു വ്യക്തി പോലും മുടിഞ്ഞു പോകുവാനല്ല. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്ന ആവോളം സകലനോടും സ്നേഹത്തോടും സന്തോഷത്തോടും മറ്റുള്ളവരുടെ നന്മകൾ കാണുവാനും ഒക്കെ നമ്മൾ ആഗ്രഹിക്കണം എന്ന് പറയുന്നതിന് ആഗ്രഹം. ദൈവം ആരെയും മുടിച്ചു കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് എല്ലാവരെയും സ്നേഹിക്കുന്നൊരു കർത്താവ്. ദൈവം എല്ലാവരെയും അവൻ പാറോട് ചേർത്ത് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നൊരു കർത്താവ്. ഇതുപോലെ ആ യോന അതിന്റെ വാക്ക് യോനയോട് ദൈവം പറഞ്ഞതുപോലെ ആ യോന വാക്ക് കേട്ടെങ്കിൽ മീനിന്റെ അടിത്തട്ടിലേക്കോ കടലിന്റെ അടിത്തട്ടിലേക്കോ മീനിന്റെ വയറ്റിൽ കിടക്കുന്ന അയ്യമ്മയുടെ ശബ്ദത്തിലേക്കോ ഒന്നും വരേണ്ട ആവശ്യമില്ലായിരുന്നു. അവിടെ യോനയ്ക്ക് നേരത്തെ അറിയാം കർത്താവിന്റെ വാക്ക് കേട്ട് ഞാൻ പറയും അത് സംഭവിക്കുന്നില്ല, നാശം ഉണ്ടാകുമെന്ന് പറയും. പക്ഷേ ആ ജനം നെടുവെടുപ്പൂർവ്വം അവർ മനസ്വാതന്ത്ര്യത്തിലേക്ക് വരും, പാപത്തിന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കും, അവർ മടങ്ങി വരും. ഞാൻ പോയി പ്രവചനം പറഞ്ഞതെല്ലാം മാറുവാൻ അയച്ചത്. ദൈവം വാക്ക് പറഞ്ഞാൽ വിശ്വസ്തനായ ദൈവം ദൈവത്തിന്റെ പദ്ധതികൾ അപ്രകാരം തന്നെ നടക്കുവാനായിട്ട്. അതുപോലെ ദൈവത്തിന്റെ ആത്മാവ് പകൽക്കാലം പറയുവാൻ ആഗ്രഹിക്കുന്നത് യോനെ പഠിപ്പിച്ചതുപോലെ പഠിപ്പിക്കാതിരിക്കണം. നിലകളിൽ ദൈവത്തിന്റെ വാക്കുകൾ കേട്ട് കർത്താവിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മുമ്പോട്ട് നീങ്ങുവാൻ ഒരു കൃപ അധികമായി തമ്മിൽ പകർന്നു. മനുഷ്യപരമായ ചിന്ത കൊണ്ട് നടക്കത്തില്ല, മനുഷ്യപരമായ വിചാരം കൊണ്ട് നടക്കത്തില്ല. പലപ്പോഴും വിശ്വാസമായി പറഞ്ഞതുപോലെ പല മേഖലകളിലും സുവിശേഷങ്ങളായിക്കോട്ടെ പല കാര്യങ്ങളും പറയുവാൻ വേണ്ടി ദൈവത്തിന് ആത്മാവ് പറയുവാനാകുമ്പോൾ അവരെന്ത് ചിന്തിക്കും, അവരെങ്ങനെയായിരിക്കും? പലപ്പോഴും ദേശങ്ങളുടെ നടുവിലുള്ളതായ ദൈവസഭകളിലൊക്കെ പലപ്പോഴും നമുക്ക് ഫേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്.
അപ്പം ദൈവം പറഞ്ഞിരിക്കുന്ന അതേ ദൂത് അതേപോലെ കൈമാറാൻ പലപ്പോഴും ദൈവദാസന്മാർക്ക് പലപ്പോഴും ബുദ്ധിമുട്ടാണ്. എന്തെന്നറിയാമോ? അവൻ അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ അവരുടെ ഭാവം എങ്ങനെ പോകുമെന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ല. അവർ നമ്മളോട് അവയെ എതിർത്ത് നിൽക്കുമെന്ന് അറിയത്തില്ല. നാളെ ആ വ്യക്തി ആ ദൈവസഭയിൽ ഉണ്ടാകുമെന്ന് അറിയത്തില്ല, ആ കുടുംബം ദൈവസഭയിൽ ഉണ്ടാകുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവർക്ക് ആത്മഭാരത്തോടെ പലപ്പോഴും അവർ ദൈവവചനം പറയുവാണ്. എങ്കിലും അവൻ ശക്തിയോടെ കർത്താവിൻ്റെ വചനം ഇവിടെയൊക്കെ ആകുമ്പോൾ ആ ദൈവത്തോട് ഉറപ്പോടെ നിന്ന് അവയെ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാൻ ദൈവം ഓരോരുത്തരെയും ബലപ്പെടുത്തുകൊണ്ടിരിക്കുക. കാരണം ഇവിടെ നിൽക്കുന്നവർക്കറിയാം അവർ ദൈവത്തിന് അവർക്ക് ഒറ്റ ചിന്തയുള്ളൂ, പൈസ ആർക്കും ഇവിടെയുള്ള ദൈവദാസന്മാരും ഭൂരിഭാഗം ദൈവദാസന്മാരും അവർക്ക് ആഗ്രഹമില്ല. കാരണം അവർക്ക് ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്. ഇവിടെ നിന്ന് കിട്ടുന്നതായ ദശാംശമുണ്ട്, ഇവിടെ നിന്ന് കിട്ടുന്നതായ ഒന്ന് കണ്ടോ അവർക്ക് ജീവിക്കേണ്ടതായ കാര്യങ്ങളില്ല. അവർക്ക് പറയേണ്ടതായ കാര്യങ്ങൾ അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറയേണ്ടതുപോലെ പറയുവാൻ തങ്ങളിടയായിത്തീരും. ദിനങ്ങളിൽ ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്, ദൈവം നമ്മളോട് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് തെറ്റ് കണ്ടാൽ ആ തെറ്റുകളെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടത് ഒരു മനുഷ്യനെ മടക്കി വരുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങൾ ഒരുവൻ തെറ്റിപ്പോയാൽ അവരോട് ബുദ്ധി ഉപദേശിച്ച് മടക്കി വരുത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അവരെന്ത് ചിന്തിക്കും, എന്ത് വിചാരിക്കും, നമ്മൾ തമ്മിലുള്ള സ്നേഹബന്ധനം അവിടെ അവസാനിക്കുമോ എന്ന് വിചാരിച്ച് അവരെ നാശത്തിലേക്ക് തള്ളിവിടുന്ന അവരെ സുഖിപ്പിച്ചു നിർത്തുന്ന അനുഭവമല്ല തമ്പുരാൻ ഇഷ്ടം. നീ അവരോട് പേഴ്സണായിട്ട് പരസ്യമായിട്ട് പോയി അവരെ അപമാനിച്ചു നിർത്തുന്ന അനുഭവമല്ല. രഹസ്യമായിട്ട് നീ അവരെ മാറോട് ചേർത്ത് നിർത്തിയിട്ട് അവരോട് ചേർത്ത് നിർത്തിയിട്ട് അവൻ്റെ കുറവിനെ കാണുവാനുള്ള മകനെ നിന്റെ ജീവിതത്തിൽ നിന്റെ കുറവുകളുണ്ട്, നീ അതിനെ ക്രമീകരിച്ച് മടങ്ങി വരണം. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ നീ എത്തണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത് ഉത്തരവാദിത്വമാർക്കാ നമുക്ക് ഓരോരുത്തർക്കും ആ ഉത്തരവാദിത്വമുണ്ട്. എന്തിനു വേണ്ടിയാ? അവൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ ആകരുത്. അവിടെ എനിക്കെന്ത് സംഭവിക്കുന്നല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് സംഭവിക്കും, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും താഴ്ന്നു പോകുന്നതല്ല. യോന ചിന്തിച്ചതുപോലെ ഒരു കാര്യവും ചിന്തിക്കുവാനേ ആകാതെ കർത്താവിൻ്റെ ഇഷ്ടം നിറവേറുവാനാണ്. ഞാൻ അല്പം താണാലും കുഴപ്പമില്ല, അല്പം പോയാലും കുഴപ്പമില്ല, എൻ്റെ പേര് നശിച്ചാലും കുഴപ്പമില്ല. കർത്താവിൻ്റെ നാമം ഉയരുവാനാണ്, കർത്താവിൻ്റെ നാമം ഉയരുവാനാണ്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. വിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഒരു ആലോചനയുണ്ട്. അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷകളെല്ലാം നോക്കുവാനാകുമ്പോൾ അവരെ വിളിച്ചത് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടിയാണ്. എവിടെ പോയി സുവിശേഷം അറിയിച്ചാലും, എവിടെ പോയി ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചാലും ഒന്നുകിൽ പരിഹാസം ലഭിക്കും, ഒന്നുകിൽ ചാട്ടടി ലഭിക്കും, ഒന്നുകിൽ കാരാഗ്രഹം ലഭിക്കും. ഇതാ അപ്പോസ്തലനായ പൗലോസിൻ്റെതായ ജീവിതം എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് ഓരോരുത്തരെയും വിളിച്ചതിൻ്റെ ഉദ്ദേശം. അത് എത്ര കണ്ടെന്ന് പറഞ്ഞാലും ശരി, ദൈവത്തിന് ചില പദ്ധതികളുണ്ട്, അതിലൂടെ ദൈവം നടത്തുന്നത്. ചില പട്ടുപദ്ധതികളായിരിക്കത്തില്ല പലപ്പോഴും എന്ത് ചെയ്യാം ശുശ്രൂഷ മേഖലകൾ എന്ന് പറഞ്ഞാൽ ചിലരെ ശുശ്രൂഷകളുടെ മേഖലകൾ എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെതായ മണ്ഡലങ്ങളായിരിക്കത്തില്ല പലപ്പോഴും. അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇങ്ങനെ ആചരിച്ചുകൊണ്ടേ ഇരിക്കും. പക്ഷേ അതിൻ്റെ നടുവിൽ എന്ത് ചെയ്യുക? ദൈവിക ശുശ്രൂഷകൾ ഇങ്ങനെ വെളിപ്പെട്ടുകൊണ്ടേ ഇരിക്കും. അപ്പോൾ പൗലോസ് ക്ഷീണിച്ചു പോകത്തില്ല, തളർന്നു പോകത്തില്ല. കാരണം അവന് വലിയൊരു ഉദ്ദേശമെന്നത് മനസ്സിലാകുക. അവരൊന്നും നേടുവാനില്ല, നേടിയതെല്ലാം എന്ത് ചെയ്യുക? നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. ഈ ലോകത്തിലുണ്ടായിരുന്ന സമ്പത്തും ഈ ലോകത്തുണ്ടായ പദവികളും എല്ലാം നഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുക? അപ്പോസ്തലനായ പൗലോസ് ഇറങ്ങി പുറപ്പെട്ടത്. ഇനി അവരൊന്നും നേടിയെടുത്തിട്ട് ആരെയും കാണിക്കേണ്ടതായ ആവശ്യമില്ല. എന്തെങ്കിലും പദവി നേടിയെടുത്തിട്ട് ആരുടെയും മുമ്പിൽ വലിയവരാണെന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും സമ്പത്ത് നേടിയിട്ട് എനിക്ക് എത്രത്തോളം സമ്പത്ത് നേടിയെന്ന് കാണിക്കേണ്ടതായ ആവശ്യമില്ല. കാരണം ഇതെല്ലാം ഉണ്ടായിരുന്നത് എല്ലാം വിട്ടിട്ട കർത്താവിനെ അനുഗമിക്കുവാൻ വേണ്ടി ശിഷ്യനായി തീരുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും ആരെ തള്ളി പറയത്തില്ല, കർത്താവിനെ തള്ളി പറയുവാൻ കഴിയത്തില്ല. അവൻ തള്ളി പറയത്തില്ല അപ്പോസ്തലനായ പൗലോസ്. അങ്ങനെയെങ്കിൽ ആ അഭിഷേകത്തിലൂടെ ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടുവാനായിട്ട്, അഭിഷേകത്തിലൂടെ ദൈവത്തിന്റെ കരം ഇറങ്ങുവാനായിട്ട്, എന്തിനും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനാണ്. ആ അഭിഷേകത്തിനെ കുറിച്ച് ദൈവത്തിന്റെ ആലോചനകളെ നടക്കത്തുള്ളൂ. ലോകം മുഴുവൻ എന്തെല്ലാം പറഞ്ഞാലും എവിടെയെല്ലാം കാരാഗ്രഹത്തിൽ അകപ്പെടുത്തിയിട്ട് ആ കാരാഗ്രഹത്തിന്റെ അകത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ആമത്തിൽ കാല് വെച്ചിട്ട് ചങ്ങലകളെ ബന്ധിച്ചിട്ട് അവിടെ നിർത്തിയിട്ട് അവിടെ കൊണ്ട് ശുശ്രൂഷകൾ അവസാനിപ്പിക്കുമെന്ന് ചിന്തിച്ച് മണ്ഡലങ്ങൾ നിൽക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ് വെളിപ്പെടുവാനായിട്ട്. ദൈവത്തിന്റെ പദ്ധതി എന്തോ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് എവിടെയെല്ലാം നിൽക്കണം, എവിടെയെല്ലാം സുവിശേഷം അറിയിക്കണം, എവിടെയെല്ലാം പ്രവർത്തിക്കണമെന്ന് ദൈവത്തിന്റെ ആലോചനകളും പദ്ധതികളും ഉണ്ടോ അത് തന്നെ നടക്കുവാനായിട്ടും അതിനെ തകർത്തു കളയുവാൻ ഒരു ഇരുമ്പ് ഒരു ജയിലിനും കഴിയത്തില്ല, ഒരു മനുഷ്യനും കഴിയത്തില്ല, ഒരു രാജഭരണത്തിന് അധികാരികൾക്ക് കഴിയത്തില്ല. ആ അഭിഷേകത്തിനെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടോ അത് തന്നെ നടക്കുവാനായിട്ട് ഇന്ന് പകൽക്കാലം
കർത്താവിന്റെ സന്നിധി ദൈവത്തിന്റെ പാത്രത്തിൽ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി തന്നെ നടക്കത്തുള്ളൂ. ആ ദൈവത്തിന്റെ പദ്ധതികൾ നടക്കണമോ ഇത് പലക്കാലം അപ്പോസ്തലൻ പൗലോസ് ഏൽപ്പിച്ച് കൊടുത്തതുപോലെ യഹോവയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് അവിടെ കപ്പൽ ഛേദം സംഭവിച്ചാലും കുഴപ്പമില്ല, അവിടെ കപ്പൽ മുങ്ങിയാലും കുഴപ്പമില്ല, അവിടെ ചരക്ക് കൂടാതെ ചരക്ക് മുഴുവൻ എടുത്ത് കടലിൽ തകർത്ത് കളഞ്ഞാലും കുഴപ്പമില്ല. എന്നാൽ ദൈവം നിർത്തണമെന്ന് പറഞ്ഞെടുത്ത് നിർത്തുവാൻ വിശ്വസ്തനായ ദൈവം അതുവരെ അവരെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയുവാനുള്ള അകത്തില്ല. ഒരു ധൈര്യം ഉറപ്പുണ്ടാവണം. കർത്താവ് ഈ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ട ഞാനൊരിക്കലും ദൈവം തകർന്നു പോകാണ്ടാകത്തില്ല. അവൻ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഇറങ്ങി പുറപ്പെട്ട അവൻ എനിക്ക് ഒരിക്കലും തകർന്നു പോകേണ്ട അനുഭവം വരത്തില്ല. യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി ഇറങ്ങി വരുവാണ്ട് അയച്ചു ദൈവത്തിന്റെ പ്രവൃത്തിയോട് വെളിപ്പെടുവാൻ. നമുക്കത് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ 1 മുതൽ 6 വരെ വാക്യങ്ങൾ. അപ്പോസ്തല 28-ാം അധ്യായത്തിലെ 1 മുതൽ 6 വരെ അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ തീയിൽ കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പിറക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് തട്ടി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യനൊരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി ഇവനെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് അവൻ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുഴഞ്ഞു കളഞ്ഞു. ദോഷമൊന്നും പറ്റിയില്ല. അവർ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തുനിന്നിട്ടും അവനെ ആപത്തൊന്നും ഭരിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ളവരെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്താ? അവൻ അവിടെ എത്ര കണ്ട തണല് കടിച്ചെന്ന് പറഞ്ഞാലും ശരി, എന്തെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞാലും എന്ത് ചെയ്യുക, ഒന്നും സംഭവിക്കുവാൻ ഇടയാകത്തില്ല. അവരുടെ കൂടെ നിന്നിട്ട് പറയുകയാണ് എന്ത് ചെയ്യുക, ആ അണലി കടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പൗലോസ് കുറെ വിറക് പുറക്കി തീയിലിട്ടപ്പോൾ ഒരാളിൽ ചൂട് നിമിത്തം പുറപ്പെട്ടു വന്ന് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല. പൗലോസിനെ കുറിച്ച് പറയുക എന്ത് ചെയ്യുക, അവൻ കൊലപാതകൻ എന്ന് സംശയമില്ല എന്ന് അവർ പറയുക. എന്ത് ചെയ്യുക, ഈ മനുഷ്യന് ഒരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതി ദേവി അവനെ ജീവിച്ചിരിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനും ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. അവൻ സകല നാമത്തിലും മേലായ നാമം യേശുവിന്റെ നാമമാണെങ്കിൽ, അവൻ കർത്താവിന്റെ നാമമാണെങ്കിൽ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയാകത്തില്ല. അപ്പോസ്തലൻ പൗലോസ് അവിടെ അവൻ മരിച്ചു വീഴുവാൻ ഇടയാകത്തില്ല. നീതിദേവി അവനെ കടിച്ചു കൊല്ലുവാൻ വേണ്ടി അവൻ എന്ന് പറഞ്ഞ് ബർബരന്മാർ അവിടെ പറയുവാനാകുമ്പോൾ അതിനേക്കാൾ മേലായ നാമം വിളിക്കുന്ന പൗലോസിന്റെ ശരീരത്തിന്മേൽ അവൻ ഒന്നും സംഭവിക്കുവാനിടയാകാതെ യേശുവിന്റെ കരം അവിടെ ഇറങ്ങുവാനിടയായിട്ടുണ്ട്. ദൈവത്തിന്റെ വിടുതൽ അവിടെ വെളിപ്പെടുവാനിടയായിട്ടുണ്ട്. അവൻ അവിടെ കൂടെ നിൽക്കുന്നവർ പറയാ ഇപ്പോൾ അവൻ ചത്തു വീഴുമെന്ന് പറയുക. അടുത്ത വാക്ക് പറയുന്നത് അവൻ ഒന്നും പറ്റിയ തീയിൽ കുടഞ്ഞു കളഞ്ഞു ശേഷം ഒന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തു വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തുനിന്നും അവൻ ആപത്തൊന്നും സംഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സുമാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു അതിനെ എത്തുന്നു. പലപ്പോഴും അവൻ നമ്മളെ കുറിച്ച് വിളിച്ച ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു ആലോചനയുണ്ട്. അവൻ അല്പസമയത്തേക്ക് ചില പ്രയാസമായ നിൽക്കുന്ന സിറ്റുവേഷൻ കടന്നു വരാം, ചില കടിയേൽപ്പിക്കുന്ന അനുഭവം പൗലോസിന്റെ ജീവിതത്തിൽ വന്നതുപോലെ കടന്നു വരാം. അവിടെ വാക്കുകൊണ്ട് അവൻ അവിടെ പറഞ്ഞതുപോലെ അവൻ നമ്മുടെ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് അവൻ മറ്റുള്ള ദൈവന്മാരെ ഉയർത്തിക്കൊണ്ട് നമ്മൾ പറയുവാനിടയായ മണ്ഡലങ്ങളിൽ കടന്നു വരുവാനിടയായിട്ടാണ്. എന്നാൽ അവൻ്റെ നടുവിൽ അവൻ ജീവനുള്ള ദൈവത്തെ നോക്കി ഇറങ്ങി പുറപ്പെട്ട അവൻ ദൈവത്തിൻ്റെ അഭിഷേകത്തന്മാരായ ദൈവം നമ്മളെ നിർത്തിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്ക് യോഗ്യരാക്കി നമ്മൾ അവൻ യേശു ക്രിസ്തുവിൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവം മാക്കി വെച്ചിരിക്കുമ്പോൾ അവൻ കർത്താവിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്. അത് ദൈവം നിവർത്തിക്കുവാനായിരുന്നു. എപ്പോഴേക്ക് തമ്പുരാൻ നിർത്തണമെന്ന് പറഞ്ഞ് ഇടത്തു തമ്പുരാൻ പൗലോസിനെ നിർത്തുവാനായിരുന്നു. അതിന്
മുമ്പേ അതിലെ ജീവനെ എടുത്തു കളയുവാനോ അവരെ ഒതുക്കി കളയുവാനോ ആർക്കും കഴിയത്തില്ല. അവൻ ഒരു മനുഷ്യന് കഴിയുവാനിടയാകത്തില്ല. അവിടെയും ദൈവത്തിൻ്റെ ഒരു അത്ഭുതങ്ങൾ സംഭവിപ്പാനിടയായിട്ടില്ല. അവരും മനസ്സിലാക്കുവാനിടയായിട്ടില്ല ഈ ദൈവം അവൻ സകലത്തിനും മേലായ നാമമുള്ള ഒരു ദൈവമാണെന്ന് മനസ്സിലാക്കുവാനൊക്കെ ആ ബർബർമാരൊക്കെ ദൈവം മനസ്സിലാക്കി കൊടുക്കുവാനിടയായിട്ടില്ല. അവൻ ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെയും വെളിപ്പെടുവാനിടയായിട്ടില്ല. ഇതുപോലെ ഞാൻ പറഞ്ഞ നിർദ്ദേശത്തിലോ അവൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഭക്തന്മാരുടെ ജീവിതത്തിൽ ഏതെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നാലും അവരോട് അവൻ ഈ ദൈവത്തിന് ആത്മാവ് ഇടപെടുവാനിടയായിട്ടില്ല. പരിശുദ്ധാത്മാവ് ഇടപെടുവാനിടയായിട്ടില്ല. അവിടെയും ധൈര്യം ഉറപ്പും ആർക്കൊണ്ടാണ് ഭക്തരായിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഉറപ്പുണ്ടാകണം. യേശു എന്നോട് കൂടെ ഉണ്ടെന്നുള്ളതായ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. യേശു എന്നോട് കൂടെ ഉണ്ടെന്നതായ ഒരു ചിന്ത നമ്മുടെ കൂടെ ഉണ്ടാകുവാനിടയായിട്ടില്ല. കർത്താവിന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഇറങ്ങുവാനിടയാകുമ്പോൾ ആ ദൈവിക പ്രവൃത്തികൾ വെളിപ്പെടുവാനിടയായിട്ടില്ല. അവിടെ മുടിച്ചു കളയുമെന്ന് അല്ലെങ്കിൽ അവിടെ തകർന്നു പോകുമെന്നും ചത്തു വീഴുമെന്നും വിചാരിച്ച് കുറേ നേരം നോക്കിയതും വീട് കുറേ നേരം നോക്കിയിരിക്കുവാനിടയായിട്ടില്ലപ്പോൾ അവിടെ ഒന്നും സംഭവിക്കുവാൻ കഴിയത്തില്ല. പലപ്പോഴും നമ്മുടെ ജീവിതം കണ്ടു നമ്മുടെ അവൻ സകലങ്ങൾ കണ്ടു പലരും വിധി എഴുതി ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്നും ഇങ്ങനെ സമയം കുറച്ചു നാളൂടെ കഴിഞ്ഞാൽ ഇവൻ്റെ ഭവനം ഇങ്ങനെ ആയിത്തീരുമെന്നും ഇവൻ്റെ കുടുംബം ഇങ്ങനെ ആയിത്തീരുമെന്നും വിധി എഴുതുവാൻ വേണ്ടി നോക്കിയിരുന്നാണ് നിലവിൽ ആ വിധികളെയെല്ലാം മാറ്റിമറിച്ചിട്ട് ദൈവം നിർത്തിയെങ്കിൽ അവൻ നിർത്തിക്കൊണ്ടിരിക്കുന്നത് നാളുകളിൽ ദൈവം നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ആ വിധികളെയെല്ലാം മാറ്റിമറിക്കുവാൻ കർത്താവിന് ശക്തിയുള്ള ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ദൈവവസനങ്ങൾക്ക് സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയാം. കർത്താവ് പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവമാണ്. ഒന്ന് അത് വേണ്ടതൊക്കെ ആദ്യം നമ്മൾ കേട്ടതുപോലെ അവൻ നാം ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കുവാൻ കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ കഴിഞ്ഞാൽ ആ വാക്കുകൾക്ക് വേണ്ടി നിൽക്കുവാൻ കഴിഞ്ഞാൽ ആ വചനങ്ങളെ ഒന്ന് ഏറ്റെടുക്കുവാൻ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഒരു കണ്ണിനും ഒരു കണ്ണിനും കാണുന്നത് പോലെയല്ല, ഒരു കണ്ണും അവൻ ദർശിക്കുന്നത് പോലെയല്ല. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ അത് വളരെ വലുതാകുമ്പോൾ ഇതിനങ്ങളിൽ നമ്മൾ ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷൻ അല്ല, നാളെ എങ്ങനെയാകണമെന്ന് തീരുമാനിച്ച ഒരു തമ്പുരാനുണ്ട്. അപ്പോസ്തലൻ പൗലോസിനെ കുറിച്ച് പൗലോസ് ചിന്തിച്ച ഒരു സിറ്റുവേഷൻ അല്ല അപ്പോസ്തലൻ പൗലോസ് കടന്നു പോകുന്നത്. പിന്നത്തേതിൽ അവൻ യേശു കർത്താവ് പിടിക്കപ്പെട്ടപ്പോൾ യേശു കർത്താവിൽ അവൻ രക്ഷിക്കപ്പെട്ടപ്പോൾ കടന്നു വന്ന സിറ്റുവേഷനുകൾ അവൻ അപ്പോസ്തലന്റെ ജീവിതത്തിൽ ഒരിക്കലും ചിന്താമണ്ഡലത്തിൽ പോലും കടന്നു വരാത്ത ഒരു സിറ്റുവേഷനിലൂടെ അപ്പോസ്തലൻ പൗലോസ് കടന്നു പോകുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവിനാൽ പിടിക്കപ്പെടുവാനാണ്, കർത്താവിന് നമ്മളെ അവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാനാകുമ്പോൾ നാളുകൾ കഴിഞ്ഞ നാളുകൾ നടന്നതുപോലെയുള്ള അനുഭവത്തിലേക്കല്ല ദൈവം നടത്തുവാനാകുന്നത്. ഓരോന്നിനും ഒരു പുതിയതായ അനുഭവത്തിലേക്ക് ദൈവം നടത്തുവാനായിട്ട് അവൻ ഇതുപോലെ കാലം കേട്ടതുപോലെ എല്ലാ നെഗറ്റീവായ ചിന്തകളും നിർത്തിവാക്കിയിട്ട് അവൻ ഒരു യോഗ്യതയുമില്ലായിരുന്നു നമ്മളെ യോഗ്യരാക്കി തീർത്ത യേശുവിൻ്റെ കരങ്ങളിലേക്ക് വീണ്ടും നമ്മൾ ദൈവത്തിനെ ദുഃഖിപ്പിക്കുന്ന ആ വാക്കുകൾ പറഞ്ഞുകൊണ്ടോ ദുഃഖിപ്പിക്കുന്നതായി വേദനപ്പെടുന്നതായ ചിന്തകൾ കൊണ്ടുവന്നുകൊണ്ടോ അവൻ ഒരു പൂർണ്ണയില്ലാത്ത പ്രസാദമില്ലാത്തത് ഒരു യാഗം അർപ്പിക്കുന്നതൊക്കെ നിർത്തിക്കട്ടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്. അപ്പം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒരു പൂർണ്ണ ഹൃദയത്തോടെ അവൻ അല്പസമയം ഞാൻ ദൈവസ്ഥലിൽ വിട്ടുമടക്കുന്നുണ്ടായിരിക്കാം, അല്പസമയം ദിവസത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു എന്നുള്ളതായിരിക്കാം. പക്ഷെ അത് ദൈവത്തിന് മഹത്വമുള്ളതായി തീരുവാനിടയാണ്, അവൻ ദൈവത്തിന് കൊടുക്കേണ്ടതായി തീരുവാനിടയാണ്. ഏകാഗ്ര ഹൃദയത്തോടെ ദിവസത്തിലേക്ക് തീർന്ന് പ്രാർത്ഥിക്കുന്ന മണ്ഡലങ്ങളായി തീരുവാനിടയാണ്. അത് ഏറ്റവും അവൻ മഹത്വമുള്ളതും ഏറ്റവും പ്രസാദമുള്ളതായി തീരുന്ന രീതിയിലേക്ക് അവൻ മനസ്സിനെ ഒന്ന് ഒരുക്കി തീർക്കുവാനിടയാണ്. ദൈവമേ കർത്താവ് ഇത് കഴിയുന്നില്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കഴിയും. ദൈവമേ എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ, എന്നെ ശക്തിക്കണമേ, എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് വാശിയുണ്ട്. അവൻ കർത്താവെ എനിക്ക് അവൻ കർത്താവിന്റെ സന്നിധിയിൽ അവൻ ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥനാ ജീവിതത്തിൽ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ അവൻ ആത്മീയ മണ്ഡലത്തിൽ ഉയർന്നു വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവെ എന്നെ ഒന്ന് ശക്തീകരിക്കണമേ അപ്പ. എൻ്റെ വാക്കുകൾ പലപ്പോഴും നെഗറ്റീവായ വാക്കുകളാണ്, എൻ്റെ സംസാരങ്ങൾ പലപ്പോഴും ദൈവത്തിന് ഹിതമില്ലാത്ത സംസാരങ്ങളാണ്, എൻ്റെ ചിന്തകൾ പലപ്പോഴും ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തകളാണ്. അവ ഇതിനു വേണ്ടിയല്ല എന്നെ വിളിച്ചത് ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടിയാ. എന്നെ വിളിച്ചത് ദൈവത്തിന് അവൻ ഒരു മകനായി നിൽക്കുവാൻ വേണ്ടിയാ. അവൻ രാജ്യങ്ങളുടെ നടുവിൽ ദേശങ്ങളുടെ നടുവിൽ യേശുവിന് വേണ്ടി ഒരു സാക്ഷിയായി നിൽക്കുവാൻ വേണ്ടിയാ എന്നെ വിളിച്ചത്. പലപ്പോഴും എന്റെ ചിന്തകളും എന്റെ വിചാരങ്ങളും കൊണ്ട് അവൻ പലപ്പോഴും ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമായിട്ട് നിൽക്കുക. അപ്പൊ പലപ്പോഴും ഞാൻ കൊണ്ടുപോകുന്നത് ആരാധന ആ ദൈവത്തിൽ കഴിക്കുന്നതായ അവ സ്തോത്ര വഴിപാടുകൾ വഴിപാട് അവ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത രീതിയിലേക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാറ്റി നിർത്തിക്കട്ടെ. കർത്താവേ കൊടുക്കുന്നത് ബെസ്റ്റായി കൊടുക്കുക, കൊടുക്കുന്നത് കർത്താവിന് ബെസ്റ്റായി കൊടുക്കുക. ഒരു കൃപയിലേക്ക് നമ്മൾ പറഞ്ഞു
അത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ആരോഗ്യം കൊണ്ടും നമ്മുടെ സമയം കൊണ്ട് സകലതും കൊണ്ട് അവൻ ദൈവത്തിന് കൊടുക്കുവാൻ കൃപ നൽകി. ഈ നിൽക്കുന്ന എനിക്ക് മാത്രം കൊടുക്കുവാൻ കഴിയുന്നില്ല, പക്ഷേ അവൻ ദൈവത്തോട് സകലം പ്രാർത്ഥിക്കുവാൻ കർത്താവ് ദൈവമേ എനിക്ക് കൃപ തമ്പുരാൻ നൽകണം, അധികമായി തമ്പുരാൻ കൃപ നൽകണമേ. എന്നാൽ അവൻ അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് വരുന്നാൽ ദൈവത്തിന് മിറക്കിളുകൾ സംഭവിപ്പാനേ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിപ്പാനേ അയച്ചുക. യേശുവിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനേ അയറ്റുന്നു. മോശയിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ദൈവത്തിന് വേണ്ടി നിന്നെങ്കിൽ മാത്രമേ ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനേ ഉള്ളൂ. യഹോവന്റെ മതിൽ എത്ര വേണ്ടി ഉയർന്നാലും ശരി, അവിടെ കർത്താവ് പറഞ്ഞതുപോലെ ആർപ്പിട്ടുവാൻ ഇടയായിരുന്നെങ്കിൽ മാത്രമേ യഹോവന്റെ മതിൽ ഇടിഞ്ഞു വീഴുവാനേ ആകത്തുള്ളൂ. ഇത് വഴിക്കാണ് കർത്താവിന്റെ വചനപ്രകാരം ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ ആരാധിക്കും പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകാനിടയാത്തുന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയാത്തുന്നു. കർത്താവിനെ ദിവസത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് അവിടെ ബലപ്പെടുത്തുവാനിടയാറ്റുക. ഇത് പറഞ്ഞ ചുരുക്കം ഇത്ര മാത്രമേ ഉള്ളൂ. അവൻ ദൈവസ്ഥനിൽ അവനായിരിക്കുമ്പോൾ, അവൻ ദൈവസ്ഥനിൽ ആയിരിക്കുമ്പോൾ അവൻ നമ്മളെക്കാൾ ഉപരിയായിട്ട്, നമ്മുടെ ചിന്തകളെക്കാൾ ഉപരിയായിട്ട് യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. അനാദിയായ സകലത്തിനോടവനായ സകലത്തിനെ സൃഷ്ടികർത്താവ് ഒരു വാക്കിനാൽ സകലത്തെ ഗുണമാക്കിയ ആ ദൈവത്തെ അവൻ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ ചിന്ത കൊണ്ടോ അളക്കുവാൻ കഴിയത്തില്ല. അവൻ ആ ഒരു സെക്കൻഡ് മതി കർത്താവിന് അവൻ സകലത്തെ മാറ്റി മറയ്ക്കുവാൻ ഒരു സെക്കൻഡ് മതി, ഒരു നിമിഷം മതി. ആ ദൈവത്തിന്റെ സകലത്തെ അത് തിരിച്ചു വെക്കുവാൻ ഒരു സെക്കൻഡ് മതി. അത് ആർക്കും അവയെ പറഞ്ഞറിയിക്കുവാൻ കഴിയാതെ വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നെഗറ്റീവായി നിൽക്കുന്നത് മുഴുവൻ മാറുവാനാകട്ടെ. അത് എത്ര കണ്ട് രോഗമായിരുന്നാലും ശരി, എത്ര കണ്ട് ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളായിരുന്നാലും ശരി, എത്ര കണ്ട് അവയെ നിരാശയിലേക്ക് നടത്തുന്ന വിഷയങ്ങളായിരുന്നാലും ശരി, യേശുവിന്റെ കരവറകളെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഒരു സെക്കൻഡ് മതി, ഒരു പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി ഒരു നിമിഷം മതി. കഥാവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ വേണ്ടി അവയെ കഥാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞാൽ യേശുവിന്റെ കരവറകളാണ് യഹോവയുടെ പ്രവൃത്തി അവൻ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയുടെ അത്തലകളിലേക്ക് ഇറങ്ങുവാനായിട്ട് ഈ ഇരിക്കുന്നത് പോലെ ഒരു കൂട്ടമായി ചെലവായി ഇരിക്കുവാനല്ല, ഒരു ആത്മനിറവില്, ആത്മാവിന്റെ പുതുക്കത്തിന്, അഭിഷേകത്തിന്, പ്രവചനപരമുള്ളവർ ആത്മാവിന്റെ അഭിഷേകത്താൽ ശുശ്രൂഷപരമുള്ളവർ അവൻ അങ്ങനെ ഒരു കൂട്ടം ചെലവായി എല്ലാ കൃപകളോടും അവർ ജയിക്കുന്ന ഒരു ദൈവിക സഭയായി അഭിഷേകത്താൽ നിറയുന്ന അവർ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന ദൈവിക പ്രവൃത്തി നടുവിൽ വെളിപ്പെടുവാനായിട്ട് ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന അവൻ എന്നെ എന്ത് ശുശ്രൂഷ ഏൽപ്പിച്ചോ അത് ചെയ്യുവാൻ കൃപ എന്നിലേക്ക് നമ്മളെ പകരണമെന്നാണ്. അവൻ ദൈവത്തിന്റെ ശക്തിയിലേക്ക് ഇറങ്ങണമേ, ആ അഭിഷേകത്തിന്റെ ശക്തിയിലേക്ക് ഇറങ്ങണമേ. അവൻ ആ ബലഹീനമായതിനെ അവൻ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ കരം അത് ഇറങ്ങുവാൻ പ്രവർത്തിക്കുക. ദൈവത്തിന്റെ പ്രവൃത്തി അത് വെളിപ്പെടുവാൻ ഒരു ബലഹീനൻ പോലും ഇല്ലാതെ ഈ ദൈവസഭയെ തമ്പുരാൻ പണിയുവാണ്. ഈ റെയിൽവേ പ്രദേശത്തിന് നടുവിൽ ഒരു അത്ഭുതമായി അവർ ദൈവം എടുത്ത് ഉപയോഗിക്കുവാനായിട്ട് അനേകരെ കടന്നു വന്ന് ഇത് സത്യത്തിൽ മാത്രം ആരാധിക്കുന്ന ഒരു ദൈവസഭ എന്ന് പറയുവാണ് അനേകരെ പ്രവൃത്തിയുടെ നടുവിലേക്ക് വെളിപ്പെടുവാനായിട്ട് അനേകർ വന്ന് അഭിരക്ഷയുടെ അനുഭവത്തിലേക്ക്, അനേക രോഗികൾ സൗഖ്യമായി, അനേക ഭൂതങ്ങൾ വിട്ടുമാറുവാൻ, ഭാവിക രക്ഷയുടെ അനുഭവത്തിലേക്ക് അവർ സ്വർഗമിടയാക്കുവാരുടെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ നടുവിൽ വെളിപ്പെടും. അത് വേണം. അവ കേൾക്കുന്ന, ശ്രദ്ധിക്കുന്ന, അവ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു ജനം ആ ദൈവത്തിന് ആവശ്യമാണ്. കർത്താവേ, ഞാൻ ഉൾപ്പെടെ കർത്താവേ അതിലേക്കൊരു മനസ്സിനെ അമിതമരക്കം നൽകണമേ, അതിലേക്കൊന്ന് ഒരുങ്ങുവാനൊരു കൃപ നൽകണമെന്നാണ്, അതിലേക്കൊന്ന് അടുക്കുവാനൊരു കൃപ നൽകണമാണമേ. അവ ബന്ധമായ ചെവികളെ തമ്മിൽ തുറക്കണമേ. അവ കഠിനമായി നിൽക്കുന്ന ഹൃദയത്തെ, അവ കഥാവ് കണ്ടുപോലുള്ള ഹൃദയങ്ങളെ അവ തമ്മിൽ അത് ശോധന ചെയ്ത് പരിശുദ്ധാത്മാവ് ഇടപെടുവാണെന്ന് പ്രാർത്ഥിക്കാവേ. വചനം കേട്ടിട്ട് കർത്താവേ ഒരു രൂപാന്തരം വരാൻ കഴിയാത്ത വിധത്തിലേക്ക് അവ ചിന്തകളെ മാറ്റിമറിക്കുവാൻ കഴിയാത്ത നിൽക്കുന്ന പണ്ഡിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ അവൻ ദൈവമാറുവാനെയാണ്. ഈ പകരക്കാലം ഒരു വലിയ വിടുതൽ വ്യാപരിക്കുവാനെയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനെയാണ്. ഒരു പൗലോസിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ടപ്പോൾ ഒരു വലിയൊരു പുതിയ സൃഷ്ടിയായി അവൻ രൂപാന്തരപ്പെട്ടതുപോലെ എന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ് ഇത് പകരക്കാലം നമ്മുടെ ഹൃദയത്തിന്റെ അന്തരങ്ങളിലേക്ക് ഇടപെടുവാനെയാണ്. ഒരു പുതിയ സൃഷ്ടിയായി, ഒരു പുത്തൻ അഭിഷേകത്തോട്, ഒരു പുത്തൻ ദർശനത്തോട്, പുത്തൻ വെളിപ്പാടോട് മുമ്പോട്ട് കൃപ തമ്മിൽ പകരുവാനെയാണ്.
ദൈവത്തിന്റെ സാക്ഷ്യം അത് അനുഭവിച്ചറിഞ്ഞ് ആ ദൈവിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കർത്താവിന് വേണ്ടി അവൻ ചെറുതായിട്ട് വലുതായിട്ട് അത് എനിക്ക് വേണ്ടി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം. എന്റെ നാമം അവൻ ഞാനോ കുറയണം. അവൻ യേശു എന്നിലുള്ള മഹത്വപ്പെടുവാൻ എന്തെല്ലാം ആരെല്ലാം നിന്ദിച്ചാലും ആരെല്ലാം പരിഹസിച്ചാലും കുഴപ്പമില്ല. അവൻ കർത്താവ് അങ്ങയുടെ നാമമാണ്. അവൻ അപ്പോസ്തലനായ പൗലോസിനെ അതേ മനോഭാവം നമ്മുടെ ഹൃദയത്തിൽ എത്രയിലേക്ക് ഒന്ന് കടന്നു വന്ന എത്ര നന്നായിരുന്നു. അവൻ കാരാഗ്രഹമായിരിക്കുക, അടിയായിരിക്കുക, അവൻ നിന്ദിക്കുന്ന അനുഭവമായിരിക്കുക, നിരാശയുടെ മണ്ണിലേക്ക് തള്ളിവിടുന്ന സിറ്റുവേഷൻ ആയിരിക്കുക, എന്തിനും കുഴപ്പമില്ല. യേശു നാമം ഉയരുവാറിയാതെ എന്റെ നാമത്തിൽ അവൻ അങ്ങനെ നാമം ഉയരുവാറിയാത്ത അങ്ങനെ വചനം സംസാരിക്കണം. അങ്ങനെ വചനാന്യങ്ങളോട് പറയുവാനായിട്ട് ദൈവനോട് ബലപ്പെടുത്തുവാനായിട്ട് അങ്ങനെ നാമത്തിന്റെ ശക്തി അത് വെളിപ്പെടുവാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ കർത്താവിന്റെ കരം ഇറങ്ങുവാനായിട്ട് അവൻ നമ്മൾ ദിവസം ദൈവത്തിന്റെ സ്ഥലത്ത് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവൻ കർത്താവ് ഞാൻ ഇതുവരെ പറഞ്ഞിരിക്കുന്ന വാക്ക് അവൻ നമ്മുടെ നാവിൽ ജീവനും മരണം ഇരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുമ്പോൾ നമ്മുടെ നാവിൽ ജീവനുള്ള വചനങ്ങൾ പറയുവാനാണ്. അവൻ മരണത്തിന്റെ വാക്കുകളല്ല പറയേണ്ടത്. അവൻ ജീവനുള്ള വചനം പറഞ്ഞ് സംസാരിക്കുവാനായിട്ട് അവൻ ചായനെ വരുന്ന വാക്കുകൾ പറയുവാനായിട്ട് അവൻ പ്രിയപ്പെട്ടവരോട് അവൻ ദൈവം ജീവനുള്ള വചനം സംസാരിച്ചു തുടങ്ങുവാനായിട്ട് നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങൾ ചിന്തകൾ നിർത്തിയിട്ട് യേശുവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും. മകനെ യേശുവിന് വേണ്ടി പ്രവർത്തിക്കുന്ന പറയുന്ന ആ ദൈവിക ആ ശബ്ദം കൈമാറുവാൻ തയ്യാറാണോ? ആ ദൈവിക ശബ്ദം യേശു നിന്നെ വിടുവിക്കും. യേശു നിന്നെ കൈപിടിക്കില്ല, ഉപേക്ഷിക്കില്ല, നിന്നെ വഴി നടത്തും, നിന്നെ താങ്ങി നടത്തുമെന്ന് പറയുന്ന ആ ദൈവിക ശബ്ദം ഒന്ന് പറയുവാൻ എന്റെ നാവിൽ തമ്പുരാൻ നൽകണമേ. മരണത്തിന്റെ അനുഭവങ്ങളല്ല ജീവന്റെ വചനങ്ങൾ അത് തളർന്നിരിക്കുന്നവരെ ക്ഷീണിച്ചിരിക്കുന്നവരെ ബലപ്പെടുന്ന ദൈവത്തിന്റെ വചനമാണ്. അത് നിരാശയുടെ നിലവിൽ നിൽക്കുന്നവരെ ബലപ്പെടുന്ന ദൈവത്തിന്റെ വചനമാണ്. അത് ശക്തിയിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. അത് നിങ്ങളെ മാറ്റുവാൻ ശക്തിയുള്ള വചനമാണ്. ആ വചനം ഇറങ്ങുവാൻ ആ വചനം സംസാരിക്കുവാൻ രോഗികൾ സൗഖ്യമാക്കുവാൻ അത് അപ്പോസ്തലനായ പൗലോസിനെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടതുപോലെ ആ ദൈവത്തിന്റെ സാക്ഷ്യം ഇറങ്ങുവാനാണ്. ലാസറേ പുറത്തു വാ എന്ന് പറയുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനാകുമോ? ലാസർ പുറത്ത് വന്നതുപോലെ അവൻ ചിലത് ഇസ്രായേൽ ജനത്തെ നാറ്റം വെച്ച് അവൻ നിന്നാമാത്രമായി കടന്നു വന്നത് ശവക്കുഴിയുടെ അനുഭവത്തിലേക്ക് ഇനി എന്റെ പ്രത്യാശിക ഫലം വന്നു. ഞാൻ മുടിഞ്ഞു പോയിരിക്കുന്നു, തീരെ മുടിഞ്ഞു പോയിരിക്കുന്നു. ഇനി ഒരിക്കലും നന്നാമത്തിന്റെ നിന്ന് പറഞ്ഞു നിന്ന് അനുഭവങ്ങളുടെ നടുവില്ല യേശു പറയുക അവരോട് പ്രവചിച്ച് പറ അവരുടെ പ്രവാസക്കാരെ അവരുടേതായ നിന്ദകളെ ഞാൻ മാറ്റുവാൻ ശക്തനായ ദൈവം ചിന്തകളെ മാറ്റിമറിച്ചിട്ട് ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? സാഹചര്യങ്ങൾ പ്രതികൂലമാണ്. അവരെ പറയുവാൻ ഈസിയാ അവരെ എന്നാൽ പ്രാവർത്തിക മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ വകകളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമോ? അവയെ പറയുവാൻ വളരെ ഈസിയായിട്ട് പറഞ്ഞു പോകാൻ സിറ്റുവേഷനുകളുടെ നടുവിലൂടെ കടന്നു പോകാം, ഇല്ലായ്മകളുടെ നടുവിലൂടെ കടന്നു പോകാമോ? രോഗത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ എന്നെ നടുവിൽ നിന്നുകൊണ്ട് പറയുവാൻ ദൈവം ഒരു കൃപ തമ്പുരാൻ പകരണമപ്പ. ആ അഭിഷേകമേ തമ്പുരാൻ പകരുവാനാണമേ. അവിടെ ഒരു ധൈര്യവും ഉറപ്പ് തമ്പുരാൻ നൽകുവാനാണമേ. അവർ പട്ടിണി കിടക്കുന്നവരോട് അവർ നീ നന്നാവുന്നു സമ്പത്തുണ്ടാവുമെന്ന് പറയുമ്പോൾ അത് കേൾക്കുവാൻ നല്ലതാണ്. പക്ഷേ എന്നാൽ അവന്റെ ചിന്തകൾ മാറണമെങ്കിൽ യേശു തമ്പുരാൻ അവന്റെ ഹൃദയത്തിന്റെ അന്തരങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ട് എന്റെ രോഗത്തിന് സൗഖ്യം വരണമെന്ന് അവൻ പറയുവാൻ എളുപ്പമാ. പക്ഷേ നിന്നെ സൗഖ്യമാക്കുമെന്ന് പറയുവാൻ എളുപ്പമാ. പക്ഷേ സൗഖ്യം തരുന്ന ദൈവം നിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയണമെങ്കിൽ നാം തന്നെ നമ്മുടെ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തതിന്റെ ആ കർത്താവിന്റെ വചനം നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുവാനാകുമ്പോൾ ഒരു ധൈര്യവും ഉറപ്പും തമ്പുരാൻ നൽകുവാനായിട്ട് എന്റെ ജീവനോട് നിർത്തി അവരെ കർത്താവിന്റെ പ്രസാദമുള്ളത് പറയുവാൻ അനേക ദേശങ്ങളുടെ നടുവിൽ അവൻ ഒരു ജീവനുള്ള സാക്ഷിയായി ദൈവം എഴുന്നേൽപ്പിക്കുവാനായിട്ട് അനേകരുടെ നടുവിൽ കർത്താവെ അവൻ ജീവനുള്ള സാക്ഷി അനേകർക്കൊരു മാതൃകയായി അവൻ തമ്പുരാൻ നിർത്തുവാനായിട്ട് അവൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് അവൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ അവൻ നമ്മളെ കുറിച്ചുള്ളതായ സകല നിന്ദകളും മാറുമോ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെ പറയുമോ? മാറുവാൻ ഇടയായിട്ട് അവൻ യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അതാ എന്നിട്ട് രാത്രികാലം കഴിഞ്ഞവരങ്ങളൊക്കെ കർത്താവിനെ ദാസൻ പറഞ്ഞതുപോലെ ആ കുരുടന്മാർ വിളിച്ചു ചോദിച്ചതുപോലെ നിങ്ങൾക്ക് സൗഖ്യമാകുവാൻ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു? എനിക്ക് സൗഖ്യമാക്കുവാൻ കഴിയും നിങ്ങൾ വിശ്വസിക്കുന്നുവോ? നിങ്ങളെക്കാലം നിങ്ങളുടെയും എങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളെ മാറ്റുവാൻ
അപ്പം ദൈവത്തിന് കഴിയുമോ ഇല്ലയോ എന്ന് അവൻ ഡിസൈഡ് ചെയ്യുവാനായിട്ട് നാം ഓരോരുത്തരും ഡിസൈഡ് ചെയ്യുവാനായിട്ട് എൻ്റെ തലമുറകളെ കുറിച്ചുള്ളതായ അവൻ ചിന്തകൾ അവൻ കാര്യങ്ങൾ എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ളതായ അവൻ കാര്യങ്ങൾ എൻ്റെ ചർച്ചിനെ കുറിച്ചുള്ളതായ കാര്യങ്ങളിൽ ഒരു തീരുമാനം ദൈവം നമ്മൾ നൽകുവാനായിട്ട് വലിയൊരു പ്രവൃത്തി വേണ്ടപ്പെടുവാനായിട്ട് ഇതുപോലെ വിശ്വസിക്കുന്നുവോ കർത്താവ് അവൻ വിശ്വസിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതേ കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു യഹോവ പ്രവൃത്തി വെളിപ്പെടും ദൈവത്തിൻ്റെ പ്രവൃത്തി ഇതെന്താണ് വെളിപ്പെടുവാനുള്ളത് എന്നിൽ വെളിപ്പെടുവാനായിട്ട് എൻ്റെ കുടുംബത്തിൻ്റെ അന്തരങ്ങളിലേക്ക് വെളിപ്പെടുവാനായിട്ട് യഹോവ വലിയവനെന്ന് സ്തുതികൾക്ക് യോഗ്യനെന്ന് അവൻ എന്നെ വിടിയിക്കുവാനാകുമ്പോൾ എന്നെ സൗഖ്യമാക്കുവാനാകുമ്പോൾ അറിയുവാനായിട്ട് ദൈവത്തിൻ്റെ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കണമെന്നുള്ള നിന്നെ മുടിച്ചു കളയുവാനല്ല ഈ പ്രയാസങ്ങൾ ഈ പ്രതിസന്ധികൾ നിന്നെ മുടിച്ചു കളയുവാനല്ല നീ ഒടിഞ്ഞു പോയാൽ ദൈവം നിന്റെ മേലൊരു ലേബലുണ്ട് എന്താ ഒരു ലേബൽ കിടക്കുന്നത് നീ ദൈവത്തിൻ്റെ മകളായ ഒരു ലേബലുണ്ട് അവരങ്ങനെ ആമെ അശേഷം വിളിച്ചു കളഞ്ഞ് നിന്നെ ഒരു പരിഹാസ്യ വിഷയമായി നിർത്തുവാനല്ല ദൈവം അവൻ മകനെന്നും മകളെന്ന് വിളിക്ക് യോഗ്യനാക്കി നിന്നെ വിളിച്ച് വേർതിരിച്ച് ദൈവം ആക്കി വെച്ചിരിക്കുന്നത് അവൻ നീ ദൈവത്തെ അനുഗ്രഹിക്കപ്പെട്ടവനായി തിരുവാൻ വേണ്ടിയാ കർത്താവിന് വേണ്ടി നിൽക്കുന്നവനായി തിരുവാൻ വേണ്ടിയാ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ അവൻ സിറ്റുവേഷനിൽ ഒന്നും നോക്കണ്ട യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായി തോന്നാൽ ആ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് വാക്കുകളെ ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കാം നമുക്കൊരു വെച്ച് ദിവസത്തിലേക്ക് എഴുന്നിട്ട് അവരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് എഴുന്നിട്ട് അവർക്ക് വെച്ച് പാടി ദൈവത്തെ ബന്ധപ്പെടും